നമുക്ക് വചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങൾക്ക് മറുവിടമായിട്ട് അവിടെ നിന്നുള്ളത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ലോകത്തിൻ്റെ വെയിലേൽക്കാതെ വണ്ണം കർത്താവേ, ഈ ലോകത്തിൻ്റേതായ പല കാര്യങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ, ലോകത്തിൻ്റെ കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപത്തിൽ നിന്നെല്ലാം ഞങ്ങളെ മറച്ച് ഞങ്ങളെ കാക്കുന്ന അവിടുത്തെ ആ ചെറുകൻ മറവിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിശാചിൻ്റെ കെണികളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കുന്ന, കഴുകൻ്റെ നോട്ടത്തിൽ നിന്ന് പോലും കർത്താവെ ഞങ്ങളെ മറച്ചു പിടിക്കുന്ന അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ കരുതലിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്തിൽ ഞങ്ങൾ ഓരോരുത്തരും കഴുകിയായിട്ട് സ്നേഹത്താൽ നിറയ്ക്കണം. കർത്താവെ, ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ഏതൊരു ആത്മാവിനാൽ ഈ വചനം നിശ്വാസ്യമായിരിക്കുന്നുവോ, എഴുതപ്പെട്ടിരിക്കുന്നുവോ, അതേ ആത്മാവിനാൽ കർത്താവെ ആ വചനം അതിന് ആഴങ്ങളെ ഗ്രഹിക്കുവാനും അത് ഞങ്ങൾക്കൊരു വെളിപ്പാടായിട്ട് ഞങ്ങളുടെ അനുഭവവും അനുസരണയായിട്ട് ആയിത്തീരുവാൻ കർത്താവെ ആയിത്തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെ സമർപ്പിക്കുന്നു. അതേ കർത്താവ്, അവിടുത്തെ മുമ്പാകെ ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്ന അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മൾ പല മാസങ്ങളായിട്ട് നമ്മൾ വെളിപാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്താൻ ദൈവം സഹായിച്ചു. നമുക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് പത്മോസ് ദ്വീപിൽ ആയിരിക്കാൻ അവിടെ നാടുകടത്തപ്പെടുകയും അവിടെ കർത്താവിൻ്റെ ഒരു ദർശനം ഉണ്ടാകുന്നത് 1-ാമത്തെ അധ്യായത്തിലും പിന്നീട് 2-3 അധ്യായങ്ങളിൽ സഭകളോടുള്ള, അന്നത്തെ 7 സഭകളോടുള്ള, അന്നത്തെ ഏഷ്യ മൈനറിലുള്ള, ഇന്നത്തെ തുർക്കി പ്രദേശത്തുള്ള 7 സഭകളോടുള്ള ആ ദൂതൊക്കെ വായിച്ച് ദൂതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ 2-3 അധ്യായങ്ങളിൽ വായിക്കുന്നു. അതിനുശേഷം സ്വർഗ്ഗം തുറന്ന് ഒരു വാതിൽ സ്വർഗത്തിൽ താൻ കാണുന്നതും, സ്വർഗത്തിൽ പിതാവിനെയും പുത്രനെ ആരാധിക്കുന്നതും, പുത്രൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു മുദ്രയിടപ്പെട്ട പുസ്തകം അതിൽ ഓരോ മുദ്രകളായിട്ട് പൊട്ടിക്കുന്നതും ഒക്കെ നമ്മൾ അനന്തരം കാണുന്നു. അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നായിട്ട് ആ മുദ്രകൾ പൊട്ടിക്കുമ്പം നിറവേറുന്നതായിട്ടും, പിന്നെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ്, 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവ്, 5-ാമത്തെ മുദ്ര അതിന് മുമ്പ് തന്നെ 5-ാമത്തെ മുദ്രയിൽ മഹോപദ്രവം, മഹോപദ്രവത്തിന് ശേഷം 6-ാമത്തെ മുദ്രയിൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവ്, 7-ാമത്തെ മുദ്രയിലാണ് അത് സഭയെടുക്കുക. കർത്താവ് വന്ന് സഭയെടുത്തതിന് ശേഷം ഭൂമിക്ക് മേലുള്ള ഒരു ന്യായവിധി, ഭൂമിക്ക് മേലുള്ള ദൈവത്തിൻ്റെ ക്രോധാഗ്നി ഒഴിക്കപ്പെടുന്നൊരു കാര്യമാണ് 7-ാമത്തെ മുദ്രയിൽ. 7-ാമത്തെ മുദ്രയുടെ 7 കാഹളങ്ങൾ, അതിൻ്റെ 7-ാമത്തെ കാഹളത്തിലാണ് കർത്താവ് ഈ ഭൂമിയിൽ രാജ്യത്വം സ്ഥാപിക്കുന്ന. കർത്താവ് ഒരു 1000 വർഷക്കാലം ഭൂമിയിൽ ഭരിക്കാൻ തുടങ്ങുന്നത് 7-ാമത്തെ കാഹളത്തിലാണെന്നൊക്കെ നമ്മൾ വെളിപാട് 11-15 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മളത് കണ്ടായിരുന്നു. പിന്നെ 12-ാം അധ്യായത്തിൽ കർത്താവിനെ ഒടുക്കിക്കളയാനായിട്ട്, കർത്താവ് ഇസ്രായേലിനെ സന്തതിയായിട്ട് ജനിക്കുന്ന ക്രിസ്തുവിനെ ഒടുക്കിക്കളയാനായിട്ട് സാത്താൻ ശ്രമിക്കുന്നതും, സാത്താനെ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള 3.5 വർഷക്കാലം, ആ 3.5 വർഷക്കാലത്തിന് തൊട്ട് മുമ്പായിട്ട് സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിടുന്നതും, സാത്താനെ ആ 3.5 വർഷക്കാലം വലിയ ക്രോധത്തോടെ, ആ ക്രോധമാണ് മഹോപദ്രവമായിട്ട് അത് എതിർ ക്രിസ്തുവിലൂടെയും കള്ളപ്രവാചകനിലൂടെയൊക്കെ വെളിപ്പെടുന്ന ഒരു കാര്യം. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകൻ്റെയും കാര്യം 2 മൃഗങ്ങളായിട്ട്, 1-ാമത്തെ മൃഗം 2-ാമത്തെ മൃഗം എന്ന് പറഞ്ഞ് വെളിപാട് 13-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ചും കള്ളപ്രവാചകനെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അതിനുശേഷം 14-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ കൂടെ സിയോൻ മലയിൽ നിൽക്കുന്ന 144,000 പേര്. അത് ഒരു ആക്ഷരിക സംഖ്യ ആയിരിക്കണമെന്നില്ല, അതൊരു ചെറിയ സംഖ്യയാണ്. 144,000 ഇത്രയും തലമുറകൾ മനുഷ്യർ ജീവിച്ചിരുന്നു. അതിൽ ദൈവജനം വളരെ ചെറിയൊരു പ്രൊപ്പോർഷനാണ്. ആ ദൈവജനത്തിൽ തന്നെ ഒരു ഏറ്റവും ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ളവരാണ് ആ 144,000 പേരായിട്ട് ജയിച്ചവരായിട്ട്. അവർ കർത്താവിൻ്റെ നാമം, യേശുവിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും നെറ്റിയിൽ എഴുതപ്പെടുന്നത് ജയിച്ചവരുടെ മേലാണെന്നാണ് നമ്മൾ വെളിപാട് 3:12 ഫിലാദൽഫിയ സഭയോടുള്ള ദൂതിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ നെറ്റിയിൽ പിതാവിൻ്റെയും പുത്രൻ യെരുശലേമിൻ്റെയൊക്കെ നാമത്തോടു കൂടിയ ഈ 144,000 പേരെയാണ് നമ്മൾ വെളിപാട് 14-ന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ജയിച്ചവരെന്ന് പറഞ്ഞാൽ അവർ പിശാചിനെ ജയിച്ചു, ലോകവ്യവസ്ഥയെ ജയിച്ചു, അവരുടെ ജഡത്തെ ജയിച്ചു. പിശാച്, ലോകത്തിന് പ്രഭുവാകുന്ന പിശാച് ലോകവ്യവസ്ഥയിലൂടെ ജഡത്തിലുള്ള രാഗമോഹങ്ങളെ ഉണർത്തിക്കൊണ്ട് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ ആ ലോകം, ജഡം, പിശാച്, ആ 3 കാര്യങ്ങളെ ജയിച്ചവരായിട്ട്, അങ്ങനെ പാപത്തെ ജയിച്ചവരായിട്ട് അവരാണ്
അവരാണ് കർത്താവിൻ്റെ കൂടെ 144,000 പേര് എന്ന വണ്ണമുള്ളൊരു ചെറിയ സംഖ്യയായിട്ട് കർത്താവ് പോകുന്നിടത്തൊക്കെയും നിത്യതയിലും പോകുവാനുള്ള ഒരു ആക്സസ് ഉള്ള ഒരു 144,000 പേരെക്കുറിച്ചും അവരുടെ വായിൽ കള്ളമില്ലായിരുന്നു എന്നുള്ള കാര്യം, ഭോഷ്കില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിൻ്റെ 4-ാമത്തെ 5-ാമത്തെ വാക്യത്തിലൊക്കെ കണ്ടു. പിന്നീട് നമ്മൾ 3 അനൗൺസ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഒരു ദൂതൻ, മറ്റൊരു ദൂതൻ, ഇനി ഒരു ദൂതൻ എന്ന് പറഞ്ഞ്, മൂന്നാമതൊരു ദൂതൻ എന്ന് പറഞ്ഞ് നമ്മൾ 6, 8, 9 വാക്യങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം വെളിപാട് 14-ന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒരു ദൂതന് ആകാശമധ്യേ പറക്കുന്നതും ഭൂമിയിൽ വസിക്കുന്നവരായിട്ടുള്ളവരോട് പറയുവാണ്. അവരോട് പറയുന്ന ഒരു നിത്യസുവിശേഷം ആയിരുന്നു. അതൊരു നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടതൊരു ടെമ്പററി ഗോസ്പൽ. ഇപ്പോൾ ഒരു ഭൂമിയിലെ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ഭൂമിയിൽ നിങ്ങൾക്ക് ഏറ്റവും സമൃദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സുവിശേഷം, അങ്ങനെ ഒരു മാൻ സെൻറ്റേർഡ് ഗോസ്പൽ, മനുഷ്യകേന്ദ്രിതമായ ഒരു കള്ള സുവിശേഷം അല്ലെങ്കിൽ ഒരു വ്യാജ സുവിശേഷമാണ് ഇന്ന് പലയിടങ്ങളിലും ക്രിസ്തീയഗോളത്തിൽ അനേക ഇടങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്നത്. അനേകം സഭകളെന്ന് പറയുന്ന ഇടങ്ങളിലും അനേകം കൂട്ടങ്ങളിലും ഒക്കെ പ്രഘോഷിക്കപ്പെടുന്ന ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അതിനോട് അത്ര അങ്ങ് ചേർന്ന് പോകാത്ത, എന്നാൽ അതിന് നേരെ അത്ര ചേർന്ന് പോകാത്ത മാത്രമേ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളത് പോലും ആയിട്ടുള്ള മനുഷ്യകേന്ദ്രിതമായിട്ടുള്ളൊരു ടെമ്പററി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ലോകത്തെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ തക്കവണ്ണം, ലോകത്തെ ഏറ്റവും സുഖസമൃദ്ധമായിട്ട്, അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽത്ത് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹെൽത്ത് അതായത് ആരോഗ്യം, വെൽത്ത് പണം, ഇത് നേടാൻ വേണ്ടി ദൈവത്തെ ഒരു കരുവാക്കി കളയുന്ന ഗോസ്പൽ. അതൊരു യഥാർത്ഥത്തിലുള്ളൊരു സുവിശേഷമല്ല. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷമല്ല. അതൊരു ടെമ്പററി ഗോസ്പൽ, ഇപ്പോഴത്തേക്കുള്ളൊരു പാച്ച് വർക്കാണ്. ഇന്ന് ഇറ്റേണൽ ഗോസ്പലാണ്, നിത്യസുവിശേഷമാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും പറഞ്ഞത്. ഈ ദൂതന്മാരും അവരോടൊരു നിത്യസുവിശേഷം സംസാരിക്കുന്നു. എന്താ അവരോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിൽ തന്നെ സെറ്റിലായിട്ടുള്ളവരാണ്. അവർ ഭൂവാസികളായ എന്ന് പറയുമ്പം ദോസ് ഹു ലിവ് ഓൺ ദ എർത്ത് അല്ലെങ്കിൽ ദോസ് ഹു സെറ്റിൽഡ് ഓൺ ദ എർത്ത് എന്നുള്ളൊരു അർത്ഥം. ആ ഒരു കാറ്റക്കോയോ എന്നുള്ള ആ വാക്കൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ലിവ് എന്നുള്ള വാക്ക്, കാറ്റക്കോയോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് സെറ്റിൽ, ഡ്വെൽ, ഇൻഹാബിറ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവിടെ മത്തായി 4:13 കർത്താവ് കഫർനഹൂമിൽ വന്ന് സെറ്റിലായി. അവിടെ കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് കർത്താവ് കഫർനഹൂമിൽ നിന്ന്, നസ്രത്തിൽ നിന്ന് മാറി കഫർനഹൂമിൽ വന്നിട്ടാണ്. കഫർനഹൂമിൽ ആ വീട്ടിലൊക്കെയാണ് പിന്നീട് അതിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിച്ച് ആൾക്കാർ ആ പാരാലിറ്റിക്കിനെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ നമ്മൾ മർക്കോസ് 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത്. അപ്പോൾ ആ കഫർനഹൂമിൽ ആയിരുന്നു കർത്താവ് ഒരുപക്ഷെ ഒരു വാടക വീടെടുത്തോ മറ്റോ ആയിരിക്കും കർത്താവ്. അവിടെ ആയിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു കേന്ദ്രമായിട്ട്. കഫർനഹൂമിൽ അനേക അത്ഭുതങ്ങളൊക്കെ നടന്നു എന്ന് അവർക്ക് അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് മത്തായി 11:20 മുതലുള്ള വാക്യങ്ങളിൽ കഫർനഹൂമിനെയും ബത്സേദയെയും കൊരാസീനെയും ഒക്കെ ശാസിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവിടെ സെറ്റിൽഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ആ പദം, കർത്താവ് വന്ന് വസിച്ചു, ആ പദം തന്നെയാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. ഈവൻ യോസേഫൊക്കെ പോയി നസ്രയത്തിൽ സെറ്റിൽ ചെയ്തു എന്ന് മത്തായി 2:23 പറയുന്ന അതേ പദം തന്നെ, ആ കറ്റയ്ക്കോയ എന്നുള്ള ആ പദം തന്നെ ഇവിടെ ഒസു സെറ്റിൽഡ് ഉണ്ട്. അവരങ്ങ് ഈ ഭൂമിയിൽ തന്നെ അങ്ങ് സെറ്റിലായിട്ടുള്ള ആൾക്കാരായിരുന്നു. ആരാ ഈ ഇപ്പോഴും, അതായത് ഇപ്പം ഇത് ഈ നമ്മൾ വെളിപാട് 14-ന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് അങ്ങ് അന്ത്യകാലത്തുള്ള ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അവിടെ എല്ലാ ജാതിയും സകല ഗോത്രവും ഭാഷയും വംശമുള്ളവരോട് അറിയിക്കുവാനുള്ള അവരുടെ പക്കലൊരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. വെളിപാട് 14-ന്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എന്തോ ദൈവത്തെ വിളിക്കാം. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യേശുവിനെ വിശ്വസിക്കൂ, നിങ്ങൾക്ക് കടം മാറണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരണമെങ്കിൽ യേശുവിനെ വിശ്വസിച്ചോ, നിങ്ങൾക്ക് രോഗം മാറണമെങ്കിൽ യേശുവിനെ വിശ്വസിച്ചോ, അങ്ങനെ പറഞ്ഞ് ആ ഒരു എന്തോ ഒരു നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി, ആവശ്യം നിറവേറ്റാനായിട്ട് മാത്രം ഇരിക്കുന്നൊരു ദൈവമായിട്ട് യേശുവിനെ ഡിസ്പ്ലേ ചെയ്യുന്നൊരു സുവിശേഷമല്ല, മറിച്ച് ഇവിടെ എന്താ പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭയത്തോടെ, ഭയഭക്തി ബഹുമാനത്തോടെ അവന് മഹത്വം കൊടുപ്പിൻ. അത് 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടേ. നമ്മൾ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ മനുഷ്യരുടെ പതനത്തെക്കുറിച്ചൊക്കെ അവർ പ്രോഗ്രസീവായിട്ട് അവർ പാപത്തിന് ആഴത്തിലേക്ക് നിബന്ധിച്ചു കൊണ്ടേയിരുന്ന കാര്യമൊക്കെ നമ്മൾ റോമർ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കാര്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ. നമ്മൾ ഉൽപ്പത്തി 1:1 ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നത്. പിന്നീടാണ് ലൂസിഫറിൻ്റെ പതനത്തിന് ശേഷമാണ് സമുദ്രമൊക്കെ ഉണ്ടായത്. അപ്പം എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുവാൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെയാണ്
സ്രഷ്ടാവിനെയാണ് നമസ്കരിക്കേണ്ടത്, അല്ലാതെ സൃഷ്ടിയല്ല നമസ്കരിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങൾ നമ്മൾ കണ്ടു. സൃഷ്ടികളെ തന്നെ നമസ്കരിക്കുകയും നാൽക്കാലികളെ ജന്തുക്കളെയൊക്കെയും ദൈവമായിട്ട് വണങ്ങുകയൊക്കെ ചെയ്ത മനുഷ്യൻ്റെ ആ ഒരു അധപ്പതനത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ വാക്യം എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും. റോമർ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 21, 22, 23 വാക്യങ്ങൾ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. റോമർ 1:22. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. വലിയ വലിയ ജ്ഞാനികൾ വലിയ വലിയ തത്വചിന്തയും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ യഥാർത്ഥത്തിൽ മൂഢരായിപ്പോയി. ദൈവത്തിൽ നിന്ന് അകന്ന് സ്വന്തമായിട്ടുള്ള എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 23-ാമത്തെ വാക്യത്തിൽ അക്ഷനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ ആ അക്ഷയനായ ദൈവം, ഇൻകറപ്റ്റബിൾ ഗോഡ്, ക്ഷയമില്ലാത്ത നാശമില്ലാത്തവനായ ദൈവത്തെ ക്ഷയിച്ചു പോകുന്ന പല മനുഷ്യൻ്റെയും ഇഴജാതി, പക്ഷി, നാൽക്കാലി അതിൻ്റെയൊക്കെ രൂപസാദൃശ്യത്തിൽ ദൈവത്തെ അങ്ങ് ആക്കിക്കളഞ്ഞൊരു കാര്യമൊക്കെയും അതുകൊണ്ട് ദൈവം അവരുടെ ഹൃദയത്തിലെ മോഹങ്ങളിലെ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കുന്ന അശുദ്ധിയിൽ ഏൽപ്പിച്ച കാര്യമൊക്കെ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലും പിന്നീട് താഴോട്ട് ആ ഏൽപ്പിച്ചു ഗോഡ് ഗേവ് ദം ഓവർ എന്ന് 24, 26, 28 വാക്യങ്ങളിൽ വീണ്ടും 3 പ്രാവശ്യം അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അപ്പം അവസാനവും ഈ ദൂതൻ വന്ന് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചവന് മഹത്വം കൊടുപ്പിൻ, സൃഷ്ടിച്ചവനെ ഭയപ്പെട്ട് അവന് മഹത്വം, അവനെ മാത്രം നമസ്കരിക്കുവിൻ, അല്ലെങ്കിൽ അവനെ മാത്രം ആരാധിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസികളായിട്ടുള്ള നമ്മളാരും വിഗ്രഹത്തെ ഒന്നും ചെന്ന് വണങ്ങുന്നവരല്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ എന്തും കർത്താവിൻ്റെ സ്ഥാനത്തിന്, ദൈവത്തിന് ആണ് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. യേശു കർത്താവിനാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം വേണ്ടത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അവിടെ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ലോകത്തിൻ്റെ പണമോ ലോകത്തിൻ്റെ മാനമോ മനുഷ്യമാനമോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മളുടെ വിഗ്രഹമായി തീർന്നുകൂടുന്നില്ല. എന്നുവെച്ചാൽ അതിലെന്തെങ്കിലും ഒരു കോട്ടം വരുമ്പോഴാണ് നമ്മളുടെ മനസ്സ് വളരെ അസ്വസ്ഥരാകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിനോട് നമുക്കൊരു ആരാധന ഉണ്ടായിരുന്നു, അതിനോടൊരു പറ്റിച്ചേരലുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള വസ്തുവകളാവട്ടെ, നമ്മളുടെ ബന്ധുക്കളോ നമ്മളുടെ കുടുംബമോ ഒക്കെ ആവട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സ്വന്തം ജീവനാവട്ടെ, നമ്മൾ തന്നെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ നമ്മളെ തന്നെയോ നമ്മളുടെ ബന്ധങ്ങളെയോ നമ്മളുടെ വസ്തുവകളെയോ അതാ കർത്താവ് ശിഷ്യൻ ആയിരിക്കുവാൻ അതിനെയെല്ലാം വെറുത്താലേ ഒരുവൻ എന്നെ ശിഷ്യനായി തീരാൻ ഒക്കെ ഉള്ളതെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ലൂക്കോസ് 14-ന്റെ 26, 27, 33 വാക്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ള വാക്യങ്ങളാണ്. ഞാൻ അതുകൊണ്ട് ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. മിക്കവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. ലൂക്കോസ് 14-ന്റെ 26, 27, 33 വാക്യങ്ങളിൽ അവിടെ അപ്പനെയോ അമ്മയോ ഈ ഭാര്യയോ മക്കളെയോ സ്വന്തം ജീവനത്തിനെയും പകയ്ക്കുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയില്ല. അപ്പം ഇവയോടൊക്കെയുള്ള നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ കുടുംബത്തോട്, മറ്റ് വ്യക്തികളോടുള്ള ഒരു സ്വയജീവനുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അതുപോലുള്ളൊരു പറ്റിച്ചേരൽ, അത് അങ്ങനെ ഒരു മാനുഷികമായ ഒരു അറ്റാച്ച്മെൻറ്റ് ദൈവത്തെക്കാളിലുപരി മനുഷ്യൻ്റെ മാനം തേടിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം, അവരെന്ത് പറയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടിയെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ സ്വന്തം ജീവനത്തിനെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആരാധിക്കുന്നു. പിന്നെന്താ അതിൻ്റെ 33-ാമത്തെ വാക്യം ലൂക്കോസ് 14-33 നിങ്ങളുടെ വസ്തുക്കളെയൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ വസ്തുക്കൾ, നമ്മളുടെ മൊബൈലോ കാറോ നമ്മളുടെ സ്കൂട്ടറോ നമുക്കുള്ള വസ്തുവകകൾ, അത് ശരിയാണ്, ദൈവം തന്ന കാര്യങ്ങൾ നമ്മളത് ദൈവത്തിനായിട്ട് ഏറ്റവും അത് കറക്റ്റായിട്ട് നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം. വി ആർ സ്റ്റ്യൂവേർഡ്സ്. നമ്മൾ അതിൻ്റെ കാര്യവിചാരകന്മാരാണ്, സ്റ്റ്യൂവേർഡ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇതിനോടൊന്നും എനിക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ഇതെല്ലാം കൂടെ നശിപ്പിച്ച് കളയണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മളത് കെയർലെസ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യമല്ല. നമ്മൾ ഏറ്റവും കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വകയായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒരു സഹോദരനെ നമ്മളെ ഒരു കാര്യം നോക്കാൻ ഏൽപ്പിച്ച് നമ്മളത് ഏറ്റവും ഭംഗിയായിട്ട് ഭദ്രമായിട്ടത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞതുപോലെ തിരിച്ചതുപോലെ, അല്ലെങ്കിൽ അത് തിരിച്ച് അദ്ദേഹത്തോട് അക്കൗണ്ട് കൊടുക്കേണ്ട കാര്യമാണെന്നുള്ളത് കൊണ്ട് നമ്മളത് വളരെ ഭദ്രമായിട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുവേർഡ്സ് ആകുമ്പോൾ നമുക്ക് വസ്തുക്കളോട് അറ്റാച്ച്മെൻ്റ് ഇല്ലെന്ന് പറഞ്ഞ് നമ്മളപ്പം വസ്തുക്കളെ നാശാഘോഷമാക്കണം എന്നുള്ളതല്ല, മറിച്ച് അവ കർത്താവിനൊന്നവണ്ണം എന്ത് കാര്യവും കർത്താവിനൊന്നവണ്ണം ചെയ്യുവാനും
അത് കർത്താവിൻ്റേതാണെന്ന് കണ്ട് നമുക്ക് നമ്മളുടേതായ ഒരു അറ്റാച്ച്മെൻറ്റ് കർത്താവിനായിട്ട്, കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ആ കാര്യങ്ങളിൽ ചിലത് നമുക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് പ്രയോജനപ്പെടുത്താനോ ഒക്കെ നമ്മുടെ ഹൃദയത്തിലൊരു വിശാലത. അപ്പം ആ കാര്യങ്ങൾ എന്താ പറയുന്നത്, അതാണ് നമ്മൾ സൃഷ്ടിയെ അല്ല സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്നുള്ളൊരു കാര്യം. നമ്മുടെ ജഡത്തിൽ, നമ്മുടെ എല്ലാവരുടെയും സ്വയത്തിൽ ഈ സൃഷ്ടികളായിട്ടുള്ള നമ്മളോട് തന്നെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോടോ വസ്തുക്കളോടോ ഒക്കെ ഉള്ള ഒരു അതിനെ അറിഞ്ഞോ അറിയാതെ ആരാധിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ, ഒരു പ്രലോഭനം നമുക്കുള്ളതാണ്. എന്ന് നമ്മൾ ദൈവമുമ്പാകെ 0 ആയിട്ട് വട്ടപൂജ്യമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവ് നമ്മൾ നിറയപ്പെട്ടാൽ മാത്രമേ നമുക്കിതിൽ നിന്നുള്ളൊരു വിടുതലുള്ളൂ. അല്ലാതെ നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഒന്നിൽ നിന്ന് വിടുതൽ നേടും, അപ്പം വേറൊന്നിനും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന കാണാം, അല്ലെങ്കിൽ വേറൊന്നിനും അറ്റാച്ച്ഡ് ആയിട്ട് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് മാറുമ്പോഴത്തേക്കും വേറൊന്നിൽ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ കാണാം. പക്ഷേ നമ്മൾ ദൈവമുമ്പാകെ നമുക്ക് ദൈവം തന്നെ വിളിച്ചതിനൊത്തവണ്ണം നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിച്ച അടുത്ത ആത്മാവിനെ നമ്മൾ നിറയപ്പെടുമ്പോൾ നമുക്കുള്ള വെളിച്ചമുള്ളിടത്തോളം കാലം, വെളിച്ചമുള്ളിടത്തോളം എല്ലാത്തിൽ നിന്നുള്ളൊരു വിട്ടുപിരിയൽ എന്ന് പറഞ്ഞാൽ അത് എന്ത് സംഭവിച്ചാൽ അത് കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം നമുക്ക് അതിലൊരു അസ്വസ്ഥതയില്ല. അതിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാകുമ്പം, എന്തെങ്കിലും ചില നഷ്ടമോ അല്ലെങ്കിൽ ഈവൻ ചില ലാഭമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലൊന്നും വലിയൊരു എക്സൈറ്റ്മെൻറ്റോ വലിയൊരു ആവേശമോ വലിയൊരു ദുഃഖമൊന്നും ഇല്ലാതെ കർത്താവിനോടുള്ള ആ ഒരു സന്തോഷത്തിലായിരിക്കാൻ, കർത്താവിനോടുള്ള ആ ഒരു അതിസ്നേഹത്തിലായിരിക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ നമ്മളുടെ ജഡത്തിലുള്ള ചില നമ്മൾ തന്നെ അറിയാതെയുള്ള ചില പറ്റിച്ചെറികൾ ദൈവം ചില സാഹചര്യങ്ങളിലൂടെ കാണിക്കുമ്പോൾ നമ്മളവിടെ സത്യസന്ധരായി ന്യായപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവേ എനിക്ക് അങ്ങേ തന്നെ ആരാധിക്കണം, ഈ സൃഷ്ടികളെ അല്ല ആരാധിക്കേണ്ടതെന്നുള്ളൊരു കാര്യം, അത് ആ ഒരു സൃഷ്ടാവിനെ ആരാധിക്കുമെന്നുള്ള ആ ഒരു ദൂതന്മാരുടെ ആ ഒരു ദൂത് നമുക്കത് ഓർക്കാനിടയാവുമല്ലോ. നമ്മളത് വായിച്ചു. വെളിപ്പാട് 14-ന്റെ 7-ാമത്തെ വാക്യം. 14-ന്റെ 7 എന്ന് പറഞ്ഞാൽ ഓർക്കാൻ എളുപ്പം. 14-ന്റെ പകുതിയാണ് 7. അപ്പോൾ 14-ന്റെ 7 ഈ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെ തന്നെ ആരാധിക്കണം, നമസ്കരിക്കുവിൻ, പോസ്കിനിയോ എന്നുള്ള ആ ഒരു വാക്ക്, ആരാധിക്കുക എന്നുള്ള വാക്ക്, ആരാധിക്കുക എന്നാണ് കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ളൊരു പരിഭാഷയായിട്ട് നമുക്ക് പരിഭാഷപ്പെടുത്താവുന്നത്. വർഷിപ്പ് എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അത്യുച്ചത്തിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നേരം അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് വന്നു. മൈക്കിലൊക്കെ പല അനൗൺസ്മെൻറ്റ് വരുന്നത് പോലെ ആദ്യത്തെ ട്രെയിൻ വരുന്നതിന് മുമ്പ് ആദ്യം ആനയ്ക്ക് സംഭാവന ഹേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യം ഒരു അനൗൺസ്മെൻറ്റ്, പിന്നെ രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചെന്ന്, രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് വീണുപോയി, എല്ലാം പോയി, ഫോളൻ വീണുപോയി എന്ന് 2 പ്രാവശ്യം പറയുമോ, വീണുപോയി, പിന്നെയും പറയുമോ ബാബിലോൺ വീണുപോയി. എങ്ങനെയുള്ള ബാബിലോൺ? അതിൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം, അതിൻ്റെ ആവേശമദ്യം, ദുർനടപ്പിൻ്റെ ആ ഒരു വൈൻ ഓഫ് ദ പാഷൻ ഓഫ് ഇമ്മൊറാലിറ്റി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങൾ കണ്ടേ. അപ്പം ഒരു മദ്യം കുടിക്കുവാണെങ്കിൽ വേറെ മദ്യം ഫ്രീ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ മദ്യം എന്ന് പറഞ്ഞാൽ ദുർനടപ്പിൻ്റെ മദ്യം, ഈ ലോകമയത്വത്തിൻ്റെ മദ്യം കുടിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധമദ്യം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ മദ്യം കുടിക്കുവാണെങ്കിൽ ഇതും കൂടെ കുടിച്ചിട്ടേ പോവുള്ളെന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ഈ ദുർനടപ്പിൻ്റെ ലോകമയത്വം, ലോകത്തോടുള്ള ചങ്ങാത്തമാണ് ആത്മീയമായ ദുർനടപ്പ്, സ്പിരിച്വൽ ഇമ്മൊറാലിറ്റി. അപ്പം അതിൻ്റെ ആവേശമദ്യം, പാഷൻ ഓഫ് ഇമ്മൊറാലിറ്റി, അത് നമ്മൾ കുടിക്കുവാണെങ്കിൽ ദൈവത്തിന് ക്രോധമദ്യവും കൂടെ കുടിച്ചിട്ട് പോകണം. അത് 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് ക്രോധമദ്യം കുടിക്കേണ്ടി വരും. അത് ക്രോധമദ്യം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കലർപ്പില്ലാതെ അതിൻ്റെ ഫുൾ സ്ട്രെങ്തിലാണ് കൊടുക്കുന്നതെന്ന് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയായിട്ട്, ലോകത്തിൻ്റെ കണ്ണിൽ ഭയങ്കര മഹതിയാണ് ഈ ബാബിലോൺ. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ലോകത്തിൻ്റെ മഹത്വമായിട്ടുള്ളത് ഏറ്റവും അറപ്പുളവാക്കുന്ന കാര്യമാണെന്നാണ് ലൂക്കോസ് 16-ന്റെ 15 നമ്മൾ വായിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മഹത്വമായിട്ടുള്ളത് വാട്ട് എവർ ഈസ് ഗ്രേറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് മെൻ, സൈറ്റ് ഓഫ് ദ വേൾഡ് ഈസ് അബോമിനേഷൻ, ഇസ് ഡിറ്റസ്റ്റബിൾ. കർത്താവിൻ്റെ മുമ്പാകെ ജുഗുപ്സാവഹം അല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന കാര്യമാണ് എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മഹത്വമായിട്ടുള്ള കാര്യമാണ് കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിൻ്റെ പ്രതാപം, മണി, ഓണർ, പ്ലഷേഴ്സ്. 1 യോഹന്നാൻ 2:16 അതാണ് നമ്മൾ വായിക്കുന്നത്. കൺമോഹം എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പണത്തെയും പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. കാണുന്നതെല്ലാം വേണം എന്നുള്ള ആ ഒരു കൺമോഹം. പിന്നെ ജഡമോഹം, അത് പ്ലഷേഴ്സ്, ജഡിക സുഖങ്ങൾ, ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ഭക്ഷണം, ഉറക്കമൊക്കെ ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിലോട്ട് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാവട്ടെ. പിന്നെ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഞാൻ മനുഷ്യമാനം തേടുന്നു. ആ ഒരു മണി, ഓണർ, പ്ലഷേഴ്സ്, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം അതെല്ലാമാണ് ലോകത്തിന് വലിയ കാര്യമായിട്ടുള്ളത്. അതാണ് ഈ ബാബിലോൺ എന്ന് പറഞ്ഞാൽ അതൊരു വ്യാജ ക്രിസ്തീയതയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. യേശുവെ ആണ് മണവാളെന്ന് പറയുകയും ചെയ്യുന്ന എതിർ ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്, ലോകത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ലോകത്തോടുള്ള ചങ്ങാത്തമാണ്, എതിർ ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ഈ ബാബിലോണിനെ
ബാബിലോണ് ഇത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ അവിടെ വായിച്ച് രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് വീണുപോയി, തൻ്റെ ദുർനടപ്പിന് ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് അപ്പോൾ അടുത്ത അനൗൺസ്മെൻറ്റ് പെട്ടെന്ന് തന്നെ വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്. ഇതെല്ലാം വളരെ അവർക്ക് പിന്നെ മൈക്ക് ആംപ്ലിഫയർ ഒന്നും ആവശ്യമില്ല. ദൂതന്മാരെ നല്ല ശബ്ദത്തിൽ ദൂതന്മാരുടെ അന്ന് എങ്ങനെയായിരിക്കും ഈ ശബ്ദം കേൾക്കുന്ന, ഏത് ഭാഷയിലായിരിക്കും നമുക്കറിയത്തില്ല. ആലങ്കാരികമായിട്ടുള്ള ഭാഷയിൽ എല്ലാവർക്കും ഈ സന്ദേശം കിട്ടത്തക്ക വണ്ണം അവിടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ അത്യുച്ചത്തിലുള്ളൊരു ദൈവത്തിൻ്റെ ഒരു ദൂത് അറിയിക്കപ്പെടുന്നു. മൃഗത്തെയും മൂന്നാമത്തെ ദൂത് എന്ന് പറയുമ്പോൾ മൃഗത്തെയും അതിനെ പ്രതിമയെയും നമസ്കരിച്ച്, മൃഗത്തിനൊരു പ്രതിമ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ എതിർ ക്രിസ്തുവിന് ഒരു പ്രതിമ ഉണ്ടാക്കുന്ന, ബിംബം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ കള്ളപ്രവാചകൻ്റെ ഏർപ്പാടിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 13 അവസാനം വായിച്ചായിരുന്നു. അപ്പോൾ ആ മൃഗത്തെയും അതിനെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമയിലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ, ദൈവകോപത്തിൻ്റെ ഒരു പാത്രമുണ്ട്, അത് നമ്മളവിടെ വായിക്കുന്നത്. അതിൻ്റെ ഇൻ ദ കപ്പ് ഓഫ് ഹിസ് ആങ്കർ, ദൈവത്തിൻ്റെ കപ്പ് ഓഫ് സാൽവേഷൻ എന്നൊക്കെ വായിക്കുന്നത് രക്ഷയുടെ പാത്രം, രക്ഷയുടെ പാനപാത്രം എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധത്തിന് ഒരു പാത്രമുണ്ട്, ഒരു അളവുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ കലർപ്പില്ലാതെ ഫുൾ സ്ട്രെങ്തിൽ ഒരു ഡൈല്യൂഷനും ഇല്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡന അനുഭവിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാരെക്കുറിച്ച് പറയുന്നത് ഹോളി ഏഞ്ചൽസ്, വിശുദ്ധന്മാരായ ദൂതന്മാരുടെ മുമ്പാകെ, കർത്താവാകുന്ന കുഞ്ഞാടിൻ്റെ മുമ്പാകെയാണ് അഗ്നിയും ഗന്ധകവും, ഫയർ ആൻഡ് ബ്രിംസ്റ്റോണിലുള്ള വലിയൊരു ദണ്ഡനം, ഒരു ടോർമെൻറ്റ്, ഒരു വലിയൊരു പീഡ അവർക്ക് അനുഭവിക്കും. എത്ര നേരം അനുഭവിക്കും? കുറച്ച് നേരത്തേക്കല്ല, അവർക്ക് റെസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത്. അവർക്കൊരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. നമ്മളിപ്പം മത്തായി 11:28 നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതേ ഉള്ളൂ. കർത്താവ് നമുക്ക് സ്വസ്ഥത തരാൻ വേണ്ടി വിളിക്കുക. ഇവിടെ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സ്വസ്ഥതയിലോട്ട് പ്രവേശിക്കാത്തവർ, കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്ക് വരാത്തവർ, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് പോലും വരാത്തവർ, നിത്യതയിൽ അവർക്ക് സ്വസ്ഥതയില്ല. ഇവിടെയും അവർക്ക് സ്വസ്ഥതയില്ല, അവിടെയും അത്രയും തന്നെയും സ്വസ്ഥതയില്ല. അത് നമ്മൾ 11-ാമത്തെ വാക്യത്തിന് അവസാനം വായിക്കുന്ന ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല, രാവും പകലും ഒരു സ്വസ്ഥതയില്ല. നോ റെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്, അതാ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവരുടെ ദണ്ഡനത്തിന് പുക എന്നേക്കും പൊങ്ങും. മൃഗത്തിൻ്റെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്കും, മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. രാവും പകലും ദൂതന്മാർ ഒരു ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന കാര്യം വെളിപാട് 4:8 നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. എന്ന ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇവർ രാവും പകലും ഇവർ ഈ ഭൂമിയിൽ കർത്താവ് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം, സ്വസ്ഥത, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾക്ക് ഞാൻ സ്വസ്ഥത വരുത്താമെന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചു. കർത്താവിൻ്റെ വിളിയൊക്കെ ചവിട്ടി തേച്ചുകൊണ്ട് അവരങ്ങ് പോയി. അവർക്ക് പിന്നെ നിത്യതയിലും ഇവിടെയും സ്വസ്ഥത കിട്ടിയില്ല. അതുകൊണ്ട് നിത്യതയിലും അവർക്ക് ഒരു സ്വസ്ഥതയില്ലാതെ അവർ ആ അഗ്നിഗന്ധകങ്ങളിൽ എരിയുന്ന, ഒരു നിത്യമായിട്ടുള്ള ദൈവക്രോധാഗ്നിയിൽ എരിയുന്ന ഒരു കാര്യം വരും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിച്ച്. അപ്പോഴാണ് 12-ാമത്തെ വാക്യത്തിൽ ദൈവമക്കൾ എന്ത് മുറുകെ പിടിക്കണം, അവർക്ക് എന്താ ആവശ്യമായിട്ടുള്ളതെന്നുള്ള കാര്യം 12-ാമത്തെ വാക്യം. ഇപ്പോൾ അത് 12-ാമത്തെ വാക്യം ഇപ്പം ജേക്കബ് ബ്രദർ അന്തിമവിജയം, സാക്വൻ ബ്രദർ അന്തിമവിജയം പുസ്തകം, അതിൻ്റെ ആ വേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും വായിക്കും. അജി ബ്രദർ അതിപ്പോൾ അത് ഇത് ചെയ്യുമല്ലോ, ഡിസ്പ്ലേ ചെയ്യും. 12 ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. വിശുദ്ധന്മാരെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: അനുസരണം, വിശ്വാസം. ആംപ്ലിഫൈഡ് ബൈബിൾ ഈ വാക്യം തർജ്ജമ ചെയ്തിരിക്കുന്നത് കൽപ്പനകളെ സ്വാഭാവികമായി അനുസരിച്ചവർ എന്നാണ്. ദൈവ കൽപ്പനകളെ സ്വാഭാവികമായി അനുസരിക്കുന്നവരും യേശുവിൽ ഉറച്ച വിശ്വാസവും ഉള്ളവരും ആയ ആളുകളിൽ നാമും ഉൾപ്പെടുമോ? അന്ത്യത്തോളം സഹിഷ്ണുതയോടെ നിൽപ്പാൻ ഏറ്റവും ആവശ്യമുള്ള 2 കാര്യങ്ങളാണ് ഇവ. യേശു തന്നെയാണ് ആദ്യത്തെ ജയാളി. താൻ ജയിച്ചതുപോലെ ജയിപ്പാനാണ് യേശു നമ്മെയും വിളിക്കുന്നത്. വെളിപാട് പുസ്തകം 3:21. തങ്ങളുടെ ഭൗമിക ജീവിതത്തിൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റിയവരും തങ്ങളുടെ
തലമുറയിൽ എതിർക്രിസ്തുവിന്റെ ആത്മാവിനെ ജയിച്ചവരും ആയ ഒരു ചെറിയ കൂട്ടം ആളുകൾ സിയോൻ മലയിൽ ഈ ജയാളികളുടെ സംഘത്തിന്റെ നടുനായകനായി നിൽക്കുന്നതാകട്ടെ ആദ്യത്തെ ജയാളിയായ യേശു. ഒരു ചെറിയൊരു വാക്യ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നമുക്കതൊന്ന് കാണാമല്ലോ. വെളിപാട് 14 അധ്യായത്തിന് 12 വാക്യം ഇപ്പം നമ്മൾ വായിച്ച ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന. അപ്പം ദൈവകൽപ്പന അവർ കാത്തുകൊള്ളുന്നു, യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നു. ആ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഹിയർ ഇസ് ദ. അപ്പോൾ ഇത്രയും ലോകമൈത്രത്തോടുകൂടി ബാബിലോൺ വിരാജിക്കുന്നു. ബാബിലോൺ, മഹദിയാം ബാബിലോൺ, എല്ലാ ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ ഈ ദുർനടപ്പിൻ്റെ ആവേശമദ്യമൊക്കെ കുടിപ്പിച്ച് രസിക്കുന്നു. അങ്ങനെയുള്ള അന്ത്യകാല നോഹയുടെ കാലം പോലെയാണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് ലൂക്കോസ് 17 അധ്യായത്തിൽ. എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്തും വയലൻസും സെക്ഷൽ ഇമ്മോറാലിറ്റിയും, അതായത് ആക്രമണങ്ങൾ, അക്രമാസക്ത ആയിട്ടുള്ള അക്രമ പ്രവണത, അക്രമ സ്വഭാവം, വയലൻസ്, എവിടെയും യുദ്ധവും തോക്കും വെടിയും ബോംബും പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ, പിന്നെ ലൈംഗിക അരാജകത്വം. അപ്പം ഇത് രണ്ടുമായിരുന്നു അവസാന നോഹയുടെ കാലത്തുള്ള പ്രത്യേകത. നമ്മളത് ഉൽപ്പത്തി 6 അധ്യായത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്. അന്ത്യകാലവും നോഹയുടെ കാലം പോലെ ആയിരിക്കും എന്ന് പറയുമ്പോൾ, അന്ന് നോഹയുടെ ആ സമയത്താണ് ദൈവം ഒരു പ്രളയം, ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയായിട്ട് പ്രളയം വരികയും അവിടെ നോഹയുടെ കുടുംബം മാത്രം ആ പെട്ടകത്തിൽ രക്ഷപ്പെടുന്നതും ബാക്കിയുള്ള പക്ഷിമൃഗാദികളുടെ ഓരോ പേർ വീതം രക്ഷപ്പെടുന്നതും ഒക്കെ നമ്മൾ അവിടെ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നു. അതുപോലെ ഇന്ന് സഭയാകുന്ന പെട്ടകത്തിലേക്ക്, കർത്താവിൻ്റെ സഭയാകുന്ന പെട്ടകത്തിലേക്ക് കയറി കൂടിയ കർത്താവിൻ്റെ സ്വസ്ഥത പ്രാപിച്ചവരെ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ദൈവത്തിൻ്റെ ഈ ന്യായവിധിയിൽ പെട്ടുപോകുന്നൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നടക്കുന്ന സമയത്തും ഹിയർ ഇസ് എ പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. ഹുപ്പാമിനെ എന്നുള്ള ആ വാക്ക് നമ്മൾ പലപ്പോഴും നമ്മളത് പറയാറുള്ള വാക്ക്, ഇതേ വാക്ക്, ഇതേപോലൊരു വാക്യം തന്നെ നമ്മൾ 13 അധ്യായത്തിൽ ഇതേപോലൊരു വാക്യം നമ്മൾ വായിച്ചു. എവിടെ? അതിൻ്റെ 10 വാക്യം. വെളിപാട് 14-ന്റെ 12 വായിച്ചതുപോലുള്ളൊരു വാക്യമാണ് വെളിപാട് 13-ന്റെ 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചത് എന്താ? അടിമയാക്കി കൊണ്ടുപോകുന്നവർ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും, ഓരോരുത്തർക്കും അതിന് തക്കമുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യം. അതിൻ്റെ പറയും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഹിയർ ഇസ് എ പെർസിവറൻസ് ആൻഡ് ദ ഫെയ്ത്ത് ഓഫ് ദ സെയിൻസ്. ഈ സഹിഷ്ണുത, വിശ്വാസം, അത് രണ്ടും വളരെ ചേർത്ത് ബൈബിളിൽ വീണ്ടും വീണ്ടും പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ വാക്യം നമുക്കറിയാം. പിന്നെ ഇപ്പം വെളിപാട് 14-ന്റെ 12 വായിച്ചു, വെളിപാട് 13-ന്റെ 10 വായിച്ചു. പിന്നെ നമ്മൾ എബ്രായ ലേഖനം 6-ന്റെ 12-ലും ഇതേ വിശ്വാസവും സഹിഷ്ണുതയും കൊണ്ടാണ് വാഗ്ദത്തം പ്രാപിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യമാണ്. എബ്രായ ലേഖനം 6 അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും ദൈവജനത്തിൽ ഉടനീളം ഈ 2 കാര്യങ്ങളെ ചേർത്ത് പറഞ്ഞിരിക്കുന്നൊരു കാര്യം. ഇപ്പം വിശ്വാസവും മാനസാന്തരവും വിശ്വാസം എന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വാസവും സഹിഷ്ണുതയും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നു. അങ്ങനെ എബ്രായർ 6-ന്റെ 12, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ മന്ദിച്ചു പോകാതെ എന്ത് ചെയ്യണം? വിശ്വാസത്താലും ദീർഘക്ഷമയാലും, അതാ സഹിഷ്ണുതയാലും, മാക്രോതൈമിയ എന്നുള്ള അതിനോട് റിലേറ്റഡ് ആയിട്ടൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന, കർത്താവിൻ്റെ കൽപ്പന കാക്കുന്ന ആ ഒരു വാഗ്ദത്തം. പിന്നെ ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില വാഗ്ദാനങ്ങൾ, ചിലരെക്കുറിച്ചൊക്കെയുള്ള ചില വാഗ്ദാനങ്ങളും കാര്യങ്ങളുമൊക്കെ ദൈവം നമ്മളോട് വ്യക്തിപരമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ, അതിന് എന്തൊക്കെ വേണം? വിശ്വാസവും വേണം, ദീർഘക്ഷമയും വേണം. കർത്താവ് അത് ചെയ്യും, കർത്താവ് വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണെന്നുള്ളൊരു വിശ്വാസം, പിന്നെ അതുപോലെ തന്നെ ദീർഘക്ഷമ. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങളങ്ങ് നടക്കത്തില്ല. ഇൻസ്റ്റൻറ്റ് ഫുഡ് മാതിരി എല്ലാം അങ്ങ് പെട്ടെന്ന് വരത്തില്ല. എന്നാൽ അവിടെ ഒരു സഹിഷ്ണുത, അവിടെ പല കാര്യങ്ങളും സഹിഷ്ണുത എന്ന് പറയുമ്പം എന്തിനോടൊക്കെയുള്ള സഹിഷ്ണുതയാണ്? നമ്മളോട് തന്നെയുള്ളൊരു സഹിഷ്ണുതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല പരാജയങ്ങൾ വരുമ്പം അവിടെ നമുക്കൊരു ദീർഘക്ഷമ, നമ്മളോട് അയ്യോ ഞാനങ്ങ് നിരാശപ്പെട്ടു പോകാതെ ഇനിയിപ്പം ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് മടുത്തു പോകാതെ അവിടെ നമ്മളോടുള്ള ബന്ധത്തിലൊരു ദീർഘക്ഷമ, പിന്നെ മറ്റുള്ളവരോടുള്ള ദീർഘക്ഷമ, മറ്റുള്ളവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ബന്ധത്തിലും ഒത്തിരി നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിനായിരിക്കും. ഭാര്യയാവട്ടെ, ഭർത്താവാവട്ടെ, മക്കളാവട്ടെ, അപ്പനമ്മമാരാവട്ടെ, നമ്മളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളിൽ നിന്നൊക്കെ പല രീതിയിലുള്ള നമുക്ക് ചിലപ്പം ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞിട്ടും ഇതേപോലുള്ള സ്വഭാവമാണല്ലോ വീണ്ടും, അല്ലെങ്കിൽ ഇതേപോലുള്ള പെരുമാറ്റമാണല്ലോ, ഇതേപോലുള്ള സാഹചര്യമാണല്ലോ. അപ്പോൾ നമ്മളോടുള്ള ബന്ധത്തിലൊരു ദീർഘക്ഷമ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ
ദീർഘമായിട്ട് അവരോട് ക്ഷമിക്കുന്നു. ചിലർ നമ്മളോട് റിപ്പീറ്റഡായിട്ട് വീണ്ടും വീണ്ടും ചില തെറ്റായ പെരുമാറ്റങ്ങളും ചില തെറ്റായിട്ടുള്ള മനോഭാവങ്ങളും ഒക്കെ ആകുമ്പോൾ അവിടെ വീണ്ടും അവരോട് ക്ഷമിക്കുന്നു. പിന്നെ സാഹചര്യങ്ങളുള്ള ബന്ധത്തിൽ പല നമുക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള പല സാഹചര്യങ്ങളും നമ്മളുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരുടെ ബന്ധത്തിൽ, പല സാഹചര്യങ്ങളുള്ള ബന്ധത്തിൽ ഒരു ദീർഘക്ഷമ എന്ന് വെച്ചാൽ പല നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളും രോഗാവസ്ഥകളോ സാമ്പത്തിക പ്രതിബന്ധങ്ങളോ ഒക്കെ പെട്ടെന്ന് ദൈവം എല്ലാം പരിഹരിച്ചാലെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇല്ല, അവിടെ ഒരു ദീർഘക്ഷമയുണ്ട്. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കണക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കൂടി നമ്മൾ വാഗ്ദത്തം പ്രാപിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ എബ്രായർ 6:12 നമ്മൾ വായിച്ചു. പിന്നെ ഇവിടെ ഇപ്പം വെളിപാട് പുസ്തകത്തിൽ കണ്ടു. ഇതേ കാര്യത്തിന് എബ്രായർ 10 അവസാനവും നമ്മൾ ഈ 2 വാക്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പും. എവിടേക്കാണ്? വെളിപാട് 10 39 വാക്യത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയും ദോസ് ഹു ഹാവ് ഫെയ്ത്ത്, വിശ്വാസത്തോടെ, ആ വിശ്വാസം. പിന്നെന്താ അതിന് 36 വാക്യത്തിൽ എന്താ പറയുന്നതിന് തൊട്ട് മുമ്പേ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പം സഹിഷ്ണുതയുണ്ട്, വിശ്വാസമുണ്ട്. ആ സഹിഷ്ണുതയും വിശ്വാസവും എബ്രായർ 6:12 വായിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ എബ്രായർ 10:36-39 ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. കർത്താവിന് ഈ ദീർഘക്ഷമയെക്കുറിച്ച്, ഈ സഹിഷ്ണുതയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ ഒരു വാക്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ ലൂക്കോസ് 21:19 വാക്യമാണ്. ലൂക്കോസ് 21 കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പം പ്രത്യേകിച്ച് നമുക്ക് മറ്റേത് തലമുറയിലുള്ളവരെക്കാട്ടിലും വേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് ആ സഹിഷ്ണുത കൊണ്ട് അവർ പ്രാണനെ നേടുമെന്നാണ് അവിടെ ലൂക്കോസ് 21:19 വാക്യത്തിൽ. നിങ്ങൾ ക്ഷമ കൊണ്ട് ബൈ യുവർ എൻഡ്യൂറൻസ്, ഇതേ വാക്യം തന്നെ, സഹിഷ്ണുത, എൻഡ്യൂറൻസ്, ആ ഒരു സഹിഷ്ണുത, ക്ഷമ, ദീർഘക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ബൈ യുവർ എൻഡ്യൂറൻസ് യു വിൽ ഗെയിൻ യുവർ ലൈവ്സ്, യുവർ സോൾസ്. നമ്മളുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ദേഹം കർത്താവ് വരുമ്പം രക്ഷിക്കപ്പെടും. എന്നാൽ ഇന്ന് ദേഹി നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, ദേഹി നമ്മൾ നേടണമെങ്കിൽ, ആ പ്രാണനെ നേടണമെങ്കിൽ എന്ത് വേണം? പ്രാണനെ കർത്താവിനായിട്ട് നിത്യജീവനായിട്ട് നേടണമെങ്കിൽ ക്ഷമ വേണം. നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളോ പല എതിർപ്പുകളോ പല പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അങ്ങ് മടുത്തിട്ടിട്ട് പോകാതെ അവിടെ ഒരു വിശ്വാസം വേണം. കർത്താവിൻ്റെ വ്യക്തിയിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള, കർത്താവിൻ്റെ ശക്തിയിലുള്ള, ജ്ഞാനത്തിലുള്ള വിശ്വാസം. ഫെയ്ത്ത് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, കർത്താവ് യേശു, അവിടുന്ന് വിശ്വസ്തനാണ്. കർത്താവിൻ്റെ ആ ഒരു കർത്താവിൽ തന്നെയുള്ള വിശ്വാസം. കർത്താവിൽ തന്നെയുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസം. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവിൻ്റെ സ്നേഹത്തിനൊരു മാറ്റവും ഇല്ല, കർത്താവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയവരായി എന്നൊക്കെ നമ്മൾ എഫേസ്യർ 3:17 വായിക്കുന്നത് പോലെ. പിന്നെ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ, കർത്താവ് എല്ലാം അറിയാം, എല്ലാം സർവജ്ഞനാണ് കർത്താവ്. കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. കർത്താവിൻ്റെ ജ്ഞാനത്തിലുള്ളൊരു വിശ്വാസം. പിന്നെന്താ? കർത്താവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം. കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. എല്ലാം എന്നെ കർത്താവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയാണ്. കർത്താവ് രാജാക്കന്മാരുടെ ഹൃദയവും കർത്താവിൻ്റെ കരങ്ങളിലെ നീർച്ചാലുകളെ പോലാണെന്നാണ് നമ്മൾ സദൃശവാക്യം 21 വാക്യത്തിൽ വായിക്കുന്നത്. രാജാക്കന്മാർ, അധികാരത്തിലിരിക്കുന്നവർ, നമ്മുടെ മേലുള്ള മേലധികാരികളോ മന്ത്രിമാരോ മേലധികാരികളോ നമ്മളുടെ മേലുള്ള ഏത് അധികാരമാവട്ടെ, ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും ഹൃദയം കർത്താവിൻ്റെ കരങ്ങളിലെ നീർച്ചാലുകളെ പോലെ. കർത്താവിനിപ്പോൾ ഒരു നീർച്ചാല് ഒരിടത്തുനിന്ന് ഒരു നീർച്ചാൽ ഇങ്ങനെ ഒഴുകുന്നു, കുറച്ചൊന്ന് മാറ്റി ഇങ്ങോട്ട് ഒഴുകണമെങ്കിൽ നമുക്കത് അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് ഒഴുക്കി വിടാൻ എത്ര എളുപ്പമാണ്. അതുപോലെ ദൈവത്തിന് ഒരാളുടെ ഹൃദയത്തിലെ ആലോചനകളെ ദൈവത്തിന് ഇഷ്ടപ്രകാരം നീർച്ചാലുകളെ പോലെ അധികാരത്തിലിരിക്കുന്നവരുടെ തീരുമാനങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ ഒരു പരമാധികാരം, ദൈവത്തിൻ്റെ സ്നേഹത്തിലും ശക്തിയിലും ജ്ഞാനത്തിലും ഒക്കെയുള്ളൊരു വിശ്വാസം, കർത്താവിൽ തന്നെയുള്ളൊരു വിശ്വാസം. പിന്നെ ആ ഒരു സഹിഷ്ണുത, പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും സഹിഷ്ണുതയോടെ ഫലം കൊടുക്കുന്നവരെക്കുറിച്ച് നമ്മൾ ലൂക്കോസ് 8:15 നമ്മളിപ്പോഴും പലപ്പോഴും പറയാറുള്ള വാക്യം. എവിടെ വിതയ്ക്കുന്നവൻ്റെ ഉപമയുടെ കാര്യം പറയുമ്പം ഫലം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ക്ഷമയോടെ അവർ ഫലം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത്. ലൂക്കോസ് 8:15 വാക്യം. അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. വിത്ത് പെർസിവറൻസ്, കുപ്പാവനി എന്നുള്ള അതേ പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ദീർഘക്ഷമയും വിശ്വാസവും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണെന്നാണ് ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ. മലയാളത്തിൽ അത് വിശ്വസ്തത എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ പിസ്റ്റസ് എന്നുള്ള ഗ്രീക്ക് പദമാണ്. അത് വിശ്വാസം എന്നാണ് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. വിശ്വസ്തത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താലും കുഴപ്പമില്ല, എന്നാൽ വിശ്വാസം എന്നാണ് അത് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആ പദം. അപ്പം ആ വിശ്വാസമായാലും
വിശ്വസ്തതയായാലും ഇനിയിപ്പം സഹിഷ്ണുതയായാലും അതെല്ലാം വിശുദ്ധന്മാർക്ക് അവയെ കൊണ്ട് ആവശ്യമായിട്ടുള്ളത്, എസ്പെഷ്യലി ഈ ഒരു അന്ത്യകാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പല പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടുമ്പോൾ അവിടെയും ഒരു കർത്താവിലുള്ള വിശ്വാസം, അവിടെ ഒരു സഹിഷ്ണുത, അത് അവർ എങ്ങനെയുള്ള സഹിഷ്ണുതയാണെന്ന് ചോദിച്ചാൽ ഹിയർ ഇസ് എ പെർസീവറൻസ് ഓഫ് ദ സെയിൻസ് ഹു കീപ് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ദ ലോഡ്. കർത്താവിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ അവരെ വിശേഷിപ്പിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പനകളെ വെറുതെ വിശ്വസിക്കുന്നവർ മാത്രമല്ല, മറിച്ച് കാത്തുകൊള്ളുന്നവർ, കൽപ്പനകളെ അനുസരിക്കുന്നവർ, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന കൂട്ടം. അത് അന്നും അവിടെ അന്ത്യകാലത്ത് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ അതിനു മുമ്പേ സഭയംഗം, മഹോപദ്രവത്തിന് മുമ്പേ സഭയംഗം എടുക്കപ്പെടുമെന്നാണ് പല ക്രിസ്തീയ കോളങ്ങളിലും, ക്രിസ്തീയ എന്ന് പറയുന്ന കോളങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നതെന്ന്. ഇവിടെ ഇതൊക്കെ നടക്കുന്ന സമയത്തും സഭ മഹോപദ്രവത്തിലൂടെ കടന്നുപോയി അവിടെ സഭയിലുള്ള ദൈവമക്കൾ, വിശുദ്ധന്മാർ, ദൈവകൽപ്പനയും ഈശ്വരുള്ള വിശ്വാസമൊക്കെ കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ, ആൻഡ് ഫെയ്ത്ത് ഇൻ ജീസസ്, കർത്താവിലുള്ള വിശ്വാസം എന്നുള്ളൊരു കാര്യമൊക്കെ ഈ ഒരു കാത്തുകൊള്ളുന്ന എന്നുള്ള ആ ഒരു ദോസ് ഹു കീപ് ദ കമാൻഡ്മെൻറ്റ്സ്, ആ തെരയോ എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ പലതവണ വന്നിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 11 തവണ ഈ തെരയോ എന്ന് പറഞ്ഞാൽ കീപ്പ്, കാത്തുകൊള്ളുന്ന. അപ്പോൾ ആ ഒരു ദൈവവചനം അനുസരിക്കുന്നതിനെക്കുറിച്ച്, ദൈവവചനം കാത്തുകൊള്ളുന്നതിനെക്കുറിച്ച് ദൈവം എത്രമാത്രം ഈ വെളിപാട് പുസ്തകത്തിലുള്ളൊരു എംഫസിസാണ് നമ്മളവിടെ ആ 11 തവണ വായിക്കുന്നത്. അതിൽ 10 തവണയും നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളുന്നതിനെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ, ഒരു തവണ കർത്താവ് നമ്മളെ കാത്തുകൊള്ളുന്നതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫിലാദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ വെളിപാട് 3:11 വായിക്കുവാണെങ്കിൽ, 3:10 വായിക്കുവാണെങ്കിൽ എന്താ നമ്മളിവിടെ വായിക്കുന്നത്? അവിടെ കാത്തുകൊള്ളുമെന്ന് 2 തവണ പറയുന്നുണ്ട്. ഒന്ന് നമ്മൾ കാത്തുകൊള്ളുന്ന കാര്യം, അപ്പം ദൈവം എന്ത് ചെയ്യും? നമ്മളെ കാത്തുകൊള്ളുന്ന കാര്യമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. വെളിപാട് 3:10 സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം. എങ്ങനെയുള്ള വചനമാണ്? സഹിഷ്ണുതയെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ സഹിഷ്ണുതയെക്കുറിച്ച്, ആ സഹിഷ്ണുത, വേർഡ് ഓഫ് മൈ പെർസീവറൻസ്, ഓരോ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പരാജയങ്ങളും ഒക്കെ വരുമ്പോഴും ഉള്ള ഒരു സഹിഷ്ണുതയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വചനം. അവിടെയും പിടിച്ചു നിൽക്കാനുള്ള അന്ത്യത്തോളം പിടിച്ചു നിൽക്കുന്നവർ, സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് മത്തായി 24:13 പറയുന്ന പോലെ ഇവിടെ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെയും കാക്കും. നിന്നെ അതിൻ്റെ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് മാറ്റുന്നല്ല, ഞാൻ നിന്നെ ആ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. പാപത്തിൽ വീണുപോകാതെ, നീ വിശ്വാസത്തിൽ വീണുപോകാതെ ഞാൻ നിന്നെ കാക്കും. അത് എത്ര വലിയ, നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെ കാക്കുവാനായിട്ട് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെയും പല പ്രയാസങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നമ്മളെ കാത്ത വിധങ്ങൾ നമുക്ക് തന്നെ നമ്മളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ഇനിയും കർത്താവ് കാക്കാൻ മതിയായവനാണ്. അപ്പോഴാണ് 13-ാമത്തെ വാക്യം, അവിടെ ഒരു വലിയ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. ഇപ്പം 13-ാമത്തെ വാക്യം ഇപ്പം വെറുതെ വായിക്കുമല്ലോ, വായിക്കുമ്പോൾ വാക്യം 13, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. കർത്താവിൽ മരിക്കുന്നവർ എപ്പോഴും ഭാഗ്യവാന്മാരാണ്. എങ്കിൽ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? അവസാനം വളരെ അടുത്ത് ആയിരിക്കുന്നതിനാൽ അവർ കല്ലറകളിൽ ചുരുങ്ങിയ കാലം മാത്രം ഉണ്ടായിരിക്കൂ എന്നത് കൊണ്ടാകാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന പ്രയോഗവും ശ്രദ്ധിക്കുക. 1 തീമോഥെയോസ് 5:24 നാം വായിക്കുന്നത്, ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ എന്നാണ്. ചിലരുടെ പാപജീവിതം എല്ലാവരുടെ മുമ്പിലും തെളിവായിരിക്കുന്നു, എന്നാൽ മറ്റു ചിലരുടെ പാപജീവിതം അത്രത്തോളം പ്രകടമല്ല. കാരണം അവരുടെ പാപങ്ങൾ മറഞ്ഞിരിക്കുന്നവയാണ്. പക്ഷേ അന്തിമ ദിവസം എല്ലാവരുടെയും പാപങ്ങൾ പരസ്യമാകും. അന്ന് പലരും അത്ഭുതപ്പെടും. ഇതുപോലെ ചിലരുടെ നന്മ പ്രവൃത്തികളും എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഉള്ളതാണ്. എന്നാൽ മറ്റാരും അറിയാതെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരും ഉണ്ട്. തിമോഥെയോസ് 5:25. 1 തിമോഥെയോസ് 5:25. അവരുടെ നല്ല പ്രവൃത്തികളും അന്തിമ ദിവസം മാത്രമേ പരസ്യമാകൂ.
വെളിപ്പാട് 14:13 ജീവിതത്തിന്റെ മറഞ്ഞിരിക്കുന്ന മേഖലകളിൽ നന്മയിൽ ജീവിക്കുന്നവരെ കുറിച്ച് നാം വായിക്കുന്നു. ന്യായവിധി ദിവസം പുസ്തകങ്ങൾ തുറക്കപ്പെടുമ്പോൾ ആ പ്രവൃത്തികളും വെളിപ്പെടും. ഇങ്ങനെ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. തങ്ങളുടെ വലങ്കൈ ചെയ്യുന്നത് ഇന്നതെന്ന് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാത്ത ഒരു ദൈവിക ശേഷിപ്പ് ഇന്ന് ഭൂമിയിലുണ്ട്. നാം ചെയ്ത എല്ലാ നന്മകളും എല്ലാവരും അറിയുകയും സ്വകാര്യ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് തീർച്ചയായും ഖേദകരം എന്നേ പറയേണ്ടു. ഇപ്പം നമ്മൾ വെളിപാട് 14-13 വാക്യം ഇപ്പം വായിച്ച് ഞാൻ അവിടെ അന്തിമവിജയം പുസ്തകത്തിൽ മെൻഷൻ ചെയ്ത ആ ഒരു 12-ാമത്തെ വാക്യത്തിൽ ആംപ്ലിഫൈഡ് ബൈബിളിൽ ഒരു തർജ്ജിമ കൽപ്പനകളെ സ്വാഭാവികമായി അനുസരിച്ചവർ എന്ന് അത് നമ്മൾ മലയാള പരിഭാഷ കാണുന്നു. പക്ഷേ ഇംഗ്ലീഷിലത് ആംപ്ലിഫൈഡ് ബൈബിൾ യഥാർത്ഥത്തിൽ ദോസ് ഹു ഹാബിച്വലി ഒബെയ്ഡ് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അവർ ഹാബിച്വലായിട്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കൽപ്പനകളെ അനുസരിച്ചവർ. ഇപ്പം നമ്മളവിടെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാത്തുകൊള്ളുകയല്ല, ദോസ് ഹു ഹാബിച്വലി കെപ്റ്റ് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ്, എപ്പോഴും സ്ഥിരതയോടെ അവരുടെ ഒരു സ്വഭാവം എന്ന വണ്ണം എപ്പോഴും കർത്താവിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുന്ന ആ ഒരു വിശുദ്ധന്മാരുടെ സഹിഷ്ണുത എന്നുള്ളൊരു കാര്യം നമ്മളവിടെ 12-ാമത്തെ വാക്യത്തിൽ കണ്ടു. ഇപ്പം നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഒരു അനൗൺസ്മെൻ്റാണ്. വീണ്ടും സ്വർഗത്തിൽ നിന്നുള്ള വലിയൊരു ശബ്ദം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക എന്നുള്ള ഒരു കാര്യം യോഹന്നാനോട് ഇടയ്ക്കിടയ്ക്ക് ദൂതനെ ഓർപ്പിക്കുമെന്ന് തോന്നുന്നു. ആദ്യം തന്നെ എഴുതുക എന്ന് ഒത്തിരി ഗ്രാഫോ എന്നുള്ള ആ ഒരു ഗ്രീക്ക് വാക്കാണ്. അപ്പം നമുക്കറിയാം അത് ചില കാര്യങ്ങൾ ഇടയ്ക്ക് ഒരിടത്ത് എഴുതരുത് എല്ലാം യോഹന്നാൻ എല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പം ഇത് എഴുതണ്ട എന്ന് ഡു നോട്ട് റൈറ്റ് ദം. നമ്മളവിടെ വെളിപാട് 10-ാമത്തെ വാക്യത്തിൽ ഡു നോട്ട് റൈറ്റ് ദം, ഇത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ളിടത്തെല്ലാം എഴുതുക. ഒരു പക്ഷേ ഇങ്ങനെ വളരെ പ്രായം ചെന്ന യോഹന്നാൻ അപ്പോസ്തലൻ 90 വയസ്സുണ്ട്. അപ്പോൾ അപ്പം തന്നെ അങ്ങ് എഴുതി വെച്ചു, ഇപ്പം തന്നെ അങ്ങ് എഴുതുക. പിന്നീട് ഓർത്ത് എഴുതാനൊന്നും നിൽക്കണ്ട, ഇപ്പം തന്നെ അങ്ങ് എഴുതുക. ഗ്രാഫോ നമുക്ക് പ്രായം അധികം ഇല്ലാത്തവർക്ക് നമുക്കറിയാം നമ്മുടെ ഓർമ്മയൊക്കെ എത്ര പരിതാപകരമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുന്നതിൻ്റെ ഒരു ഗുണം. നമ്മൾ സഭയിലാണെങ്കിലും സഹോദരങ്ങളെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ വോയിസ് റെഫറൻസും എന്തെങ്കിലും കാര്യങ്ങൾ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതി വെക്കുമ്പോൾ അത് മറ്റാരേക്കാട്ടിലും ഉപരി നമുക്ക് തന്നെ ആയിരിക്കും അത് പ്രയോജനം. നമ്മളിനിപ്പോൾ അത് ടെസ്റ്റിഫൈ ചെയ്തതിൽ സാക്ഷ്യം പറഞ്ഞില്ലേ പോലും നമുക്കതിൽ ഏറ്റവും പ്രയോജനമായിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ അത് പതിക്കുവാൻ അത് എഴുതി വെക്കുന്നത് ഈ ക്ലാസ്സിലൊക്കെ ഉറങ്ങാതിരിക്കാനുള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ അത് നോട്ട്സ് എഴുതുക. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് ഉറങ്ങിപ്പോയെന്നാൽ അത് എഴുതി അടയാളപ്പെടുത്തി എല്ലാം ഒന്ന് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ചൊരു ആക്റ്റീവ് ലേണിംഗ് ഉണ്ട്, പാസീവ് ലേണിംഗ് ഉണ്ട്. പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ലെക്ചർ ക്ലാസ് ഇങ്ങനെ വാതർന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. എന്നാൽ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമുക്കും കൂടെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നു, അടയാളപ്പെടുത്തുന്നു, വരയ്ക്കുന്നു, കോറിലേറ്റ് ചെയ്യുന്നു. അതിനോട് അനുബന്ധിച്ച് ബാക്കി ഭാഗം എവിടെയാണെന്നുള്ള കാര്യം നോക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മൾ സഭയിലാണെങ്കിലും നമ്മൾ വചനം പഠിക്കുമ്പോഴും ആക്റ്റീവ് ലേണിംഗ്, നമ്മൾ എഴുതുന്നു, നോട്ട്സ് എഴുതുന്നു. അതൊന്നും നമ്മളാരും നോട്ട്ബുക്ക് വാങ്ങിക്കാൻ കാശില്ലാത്തവരല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും നോട്ട്ബുക്ക് വാങ്ങിക്കാൻ കാശില്ലാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് എത്ര വേണമെങ്കിലും നോട്ട്ബുക്ക് വാങ്ങിക്കാം. നമ്മൾ ആ കാര്യങ്ങൾ അത് ഗ്രാഫോ എന്നുള്ള ആ ഒരു വാക്ക് പലതവണ ഇവിടെ ഞാനത് അന്നവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് 14 തവണ ഗ്രാഫോ എന്നുള്ളൊരു വാക്ക് ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എഴുതുക 7 സഭകളോടുള്ള ദൂത് എഴുതുക എന്ന് പറയുന്ന 7 ഇടമുണ്ട്. പിന്നെ അതുകൂടാതെ 5 ഇടത്ത് എഴുതുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ദൈവം തന്നെ എഴുതും എന്ന് പറയുന്ന 2 ഇടങ്ങൾ ഉണ്ട്. സോ അപ്പം അങ്ങനെ 14 ഇടങ്ങളിൽ ആ ഒരു ഗ്രാഫോ എന്നുള്ള വാക്ക്. ഇപ്പോൾ ഇവിടെയും നമ്മൾ വെളിപാട് 14-ാം അധ്യായത്തിൻ്റെ ഈ വാക്യത്തിൽ ഇപ്പം യോഹന്നാനോട് എഴുതുക എന്ന് പറയുക ചെയ്യുക. അപ്പം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് പറയുന്നൊരു കാര്യമായിട്ട് നമ്മളിവിടെ വായിക്കുന്നത്. ബ്ലെസ്സഡ് ആർ ദ ഡെഡ്. അത് എന്താ വായിക്കുന്നത്? ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവർ
മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്നവരെ എന്ന് മരിച്ചാലും കർത്താവിൽ മരിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അവർക്ക് അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. എന്നാൽ ഇവിടെ ഒരു അന്ത്യകാലത്ത് മരിക്കുന്ന ആ ഒരു വൃതന്മാരെക്കുറിച്ച്, അന്ത്യകാലത്ത് മരിക്കുന്ന വിശുദ്ധന്മാരെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ എന്താ നമ്മളിവിടെ വായിക്കുന്നത്? അത് അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവർ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയത്നങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് അവർ ദേ ഹാവ് ടു റെസ്റ്റ് ഇൻ പീസ്. അവർ റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ കല്ലറയിൽ എഴുതി വെക്കുന്നതിൽ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവർ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. പ്രവൃത്തി അവർ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, അത് രണ്ട് രീതിയിൽ അതിൻ്റെ അർത്ഥം എടുക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ അന്തിമവിജയ പുസ്തകത്തിൽ വായിച്ചത്. പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ അവർ കല്ലറയിൽ അധികകാലം ഇരിക്കേണ്ട വരത്തില്ല. കർത്താവിൻ്റെ വരവിനായി അവർ ഉടനെ തന്നെ രൂപാന്തരപ്പെടുന്ന സമയമായി. അപ്പോൾ അതുകൊണ്ട് അന്ത്യകാലത്ത് മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ പെട്ടെന്ന് തന്നെ അധികം കാത്തിരിക്കേണ്ട വരത്തില്ല, അധികം ആ ഒരു വിശ്രമത്തിലായിരിക്കണം. അവരുടെ ദേഹം കല്ലറയിൽ വിശ്രമിക്കുന്നു, ദേഹി ആത്മാവും സ്വർഗത്തിലെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. എന്നാൽ അധികകാലം അതിൻ്റെ ആവശ്യമില്ല. അവരുടെ പ്രവൃത്തികൾ അവർ പിന്തുടരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഈ പ്രവൃത്തികളൊക്കെ വെളിപ്പെടാൻ പോവുകയാണ് കർത്താവിൻ്റെ വരവെങ്കിൽ എന്നുള്ളൊരർത്ഥത്തിൽ ആ ഒരു വാക്യത്തിന് അങ്ങനൊരു ആംഗിളിൽ നമുക്ക് ആ കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. പിന്നെ നമ്മൾ 1 തിമോത്തിയോസ് 5:24-25 രണ്ട് തരത്തിലുള്ള നന്മപ്രവൃത്തികളുടെയും തിന്മപ്രവൃത്തികളുടെയും ഉള്ള ആൾക്കാരുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നൊരു കാര്യം നമ്മൾ കണ്ടു. നമുക്കെല്ലാവർക്കും ആ 1 തിമോത്തിയോസ് 5 24-25 വാക്യങ്ങൾ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാനത് കൂടുതൽ എളുപ്പമായിരിക്കും. എന്താ അവിടെ വായിക്കുന്നത്? ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ വെളിവായിരിക്കുന്നു. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ലോക മനുഷ്യരുടെ എത്ര പേരുടെ പാപങ്ങൾ എല്ലാവർക്കും അറിയാം. പത്രത്തിൽ തന്നെ അവരുടെ പാപങ്ങൾ വരുന്നു. അവരുടെ വ്യഭിചാരമോ മോഷണമോ പിടിച്ചുപറിയോ പല കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും ഒക്കെ നാട്ടിലെ പാട്ടാണ്. പിന്നെ എല്ലാവർക്കും ലോകത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ വെളിവായിരിക്കുന്നു, പരസ്യമായിട്ടുള്ളൊരു പാപത്തിൽ ജീവിക്കുന്നവർ. എന്നാൽ ചിലരുടെ പാപങ്ങൾ ക്രമേണ എത്രയും അവർ അത് ഇപ്പോഴേ വിസ്താരത്തിന് മുമ്പേ ആർക്കും അറിയത്തില്ല. പക്ഷേ രഹസ്യത്തിലുള്ള പാപങ്ങളായിരിക്കും. അത് അന്നായിരിക്കും അത് വെളിപ്പെടുന്നത്. നമ്മൾ വലിയ വളരെ എത്ര നല്ല മനുഷ്യനെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരായിരിക്കും. പിന്നീടായിരിക്കും ഈ കാര്യങ്ങൾ കർത്താവിൻ്റെ വിസ്താരത്തിലായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു, പക്ഷേ ഇപ്പോഴത് വെളിപ്പെടുന്നതെന്നുള്ള കാര്യം അത് അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചിലരുടെ പാപങ്ങളോ ക്രമേണ എത്രയും. അത് കഴിഞ്ഞിട്ട് പിന്നെ 25-ാമത്തെ വാക്യത്തിൽ സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു. വെളിവാകാത്തവയും മറിഞ്ഞിരിക്കുകയില്ല. സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ. ഇപ്പം ചിലരുടെ സൽപ്രവൃത്തികൾ, ഓഫ് കോഴ്സ് നമ്മളുടെ സൽപ്രവൃത്തികൾ കണ്ട് എല്ലാവരും സ്വർഗത്തിലെ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന, സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതാകുന്ന നിങ്ങളുടെ വെളിച്ചം കണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് കർത്താവിനെ പറയുന്നുണ്ട്. മത്തായി 5:16 പറയുന്നുണ്ട്. എന്നാൽ അത് മാത്രമായിരിക്കരുത് നമ്മുടെ സൽപ്രവൃത്തികൾ. മറ്റുള്ളവർക്ക് കാണുന്ന സൽപ്രവൃത്തികൾ മാത്രമായിരിക്കും, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തോ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് മാത്രമായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ അന്തിമവിജയം പുസ്തകത്തിൽ വായിച്ചത്. നമ്മൾ മത്തായി 5:16 എന്താ വായിക്കുന്നത്? ലെറ്റ് യുവർ ഷൈൻ, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ, നമ്മളുടെ അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്. അപ്പം നല്ല പ്രവൃത്തികൾ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് ഓവർഫ്ലോ ചെയ്ത് മറ്റുള്ളവർക്കും അത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ അവരെ സഹായിക്കുന്നു, എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നു, നമ്മുടെ കുടുംബത്തിലാവട്ടെ, ബന്ധുക്കളുടെ ഇടയിലാവട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലാവട്ടെ, സഹോദരങ്ങളുടെ ഇടയിലാവട്ടെ, നമ്മുടെ ജോലി സ്ഥലത്താവട്ടെ, വേറെ എവിടെയാവട്ടെ. അപ്പം അങ്ങനെ നല്ല പ്രവൃത്തികൾ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആ പ്രവൃത്തികളിലൂടെ കർത്താവിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവനാണ് വെളിച്ചമെന്നാണ് നമ്മൾ യോഹന്നാൻ 1:4 വായിക്കുന്നത്. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു എന്നാണ് വായിക്കുന്നത്. യേശുവിൻ്റെ ജീവനാണ് യഥാർത്ഥത്തിലുള്ള വെളിച്ചം. അപ്പോൾ ആ യേശുവിൻ്റെ ജീവൻ നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുമ്പം സ്വർഗസ്വനായ പിതാവിനെ അവരെ കർത്താവിൻ്റെ വരവിൻ നാളിൽ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ ഈ വെളിച്ചം അത് മറഞ്ഞിരിക്കേണ്ടതല്ല, മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കേണ്ടതല്ല എന്നൊക്കെ അതിൻ്റെ തൊട്ട് മുമ്പേ 14-ാമത്തെ വാക്യത്തിൽ മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കുവാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു നല്ല സാക്ഷിയുള്ള ജീവിതം സാക്ഷിയുള്ള ജീവിതം അങ്ങനെ പുറമേ ഉള്ളൊരു വെളിച്ചം മാത്രമല്ല, അകമേ ഉള്ള ഒരു നല്ല സൽപ്രവൃത്തികളും യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അകമയുള്ള സൽപ്രവൃത്തികളും തീർച്ചയായിട്ടും ഉണ്ടാവും. അതാ കർത്താവ് തൊട്ടടുത്ത അധ്യായത്തിൽ മത്തായി 6 ആദ്യത്തെ 15 വാക്യങ്ങൾ നമ്മൾ ആദ്യത്തെ 17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കൊടുക്കുന്നു, അതായത് ഗിവിങ്,
കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആവശ്യത്തിലുള്ളവർക്ക് കൊടുക്കുന്നു, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കൊടുക്കുന്നു. അപ്പം കൊടുക്കൽ, പിന്നെന്താ പ്രാർത്ഥന. ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഗിവിങ്, പിന്നെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലെ പ്രാർത്ഥന. അവിടെ കർത്താവ് ശിഷ്യന്മാർക്ക് സർവ്വസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൊടുക്കുന്നത്. ഇപ്പം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം, ഫാസ്റ്റിംഗ്, ഉപവാസം. അപ്പോൾ ഇത് 3 എങ്ങനെ എല്ലാവരോടും പറഞ്ഞ് പരസ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. ശരിയാണ്, ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന അറിഞ്ഞോ അറിയാതെയൊക്കെ വേറെയുള്ളവർ അറിയുമായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വീട്ടിലുള്ളവരും, നമ്മൾ ഉപവസിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും. പക്ഷേ നമ്മളുടെ ഉദ്ദേശം എന്താ? അവരറിയണം, അവരറിഞ്ഞ് എനിക്ക് ഞാൻ എത്ര നല്ല ബ്രദറാ സിസ്റ്ററാന്ന്, എത്ര നല്ല സഹോദരിയാന്ന് മറ്റുള്ളവർ അറിയണം എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ ആവശ്യം, കർത്താവേ എൻ്റെ ജഡത്തിന് എപ്പോഴും ഒരു മറ്റുള്ളവർ അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവേ ഞാൻ അങ്ങേക്ക് എന്തുകൊണ്ടോ ചെയ്യുന്നത്? രഹസ്യത്തിൽ വലങ്കൈ കൊണ്ട് ചെയ്യുന്നത്, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. മത്തായി 6:3 വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. അപ്പം നമ്മുടെ നല്ല പ്രവൃത്തികൾ ഇപ്പോഴേ വിസ്താരത്തിന് മുമ്പ് എല്ലാം വെളിപ്പെട്ടു പോയെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല എന്നുള്ള രീതിയിൽ വെച്ചാൽ ഇപ്പോഴേ നമ്മൾ മനുഷ്യർക്ക് മുമ്പായിട്ട്, മനുഷ്യർക്ക് എന്ന വണ്ണമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം കർത്താവിന് എന്നവണ്ണം ചെയ്തു മറ്റു മനുഷ്യരെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് പ്രതിഫലമില്ല എന്നല്ല എൻ്റെ അർത്ഥം. എന്ന് നമ്മൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ പ്രതിഫലമില്ല. അത് സാഗ്ബർ പണ്ട് പറഞ്ഞൊരു ഉദാഹരണം ഓർക്കുന്നുണ്ട്. അതായത് ഈ പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ ഇങ്ങനെ ഫോട്ടോ, ഇപ്പോഴൊക്കെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫാണല്ലോ. അന്നൊക്കെ എന്തിനു പറഞ്ഞാൽ ഈ ഡാർക്കിൽ അവർ അതിൻ്റെ ഫിലിം അത് സൺലൈറ്റിനോട് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഈ അന്ന് ഫോട്ടോ എടുക്കുന്ന ഫിലിം, പണ്ടത്തെ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ഫിലിം, എനിക്കൊന്ന് ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ അതുപോലത്തെ ക്യാമറ ഒക്കെ അതിനെക്കുറിച്ച് ചെറുതായിട്ട് കണ്ടിട്ടോ കേട്ടിട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ ഡിജിറ്റൽ ക്യാമറ ആയതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ മറന്നേ പോയി. പിന്നെ അന്നത്തെ ആ ഫിലിം വെളിച്ചത്തോട്ട് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അതിനകത്ത് ഫിലിം എക്സ്പോസ്ഡ് ആയില്ലെങ്കിൽ അതിൻ്റെ ഡാർക്ക് റൂമിലോ അവിടെ പോയി അത് പ്രോസസ്സ് ചെയ്യും, അതിനകത്ത് ആൾക്കാരെയൊക്കെ കാണാനൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്നേ എല്ലാം എക്സ്പോസ്ഡ്, എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികൾ എന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ പ്രോസസ്സിംഗ് റൂമിലോട്ട് പോകുമ്പോൾ അവിടെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കുമ്പോൾ എല്ലാം ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. കർത്താവ് ഇവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ തന്നെ ദേ ഹാവ് ദ റിവാർഡ് ഇൻ ഫുൾ. ഓൾറെഡി അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മനുഷ്യരുടെ മാനമാണ്. അവരാഗ്രഹിച്ച മനുഷ്യരുടെ മാനം അവർക്ക് കിട്ടിപ്പോയി. എന്നാൽ നമ്മൾ മനുഷ്യരുടെ മാനത്തിനായിട്ടൊന്നും ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ കർത്താവ് പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ രഹസ്യ ജീവിതത്തിലുള്ള നന്മ പ്രവൃത്തികളെയും കുറിച്ചുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മൾ 13-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചല്ലോ. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും കൂടെ ആണെങ്കിൽ വേറെ വായിക്കാവ്, വേറെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും കൂടെ അവിടെ അടുത്ത പോർഷനാണ്. നമുക്കതൊന്ന് പെട്ടെന്ന് കാണാം, മൊത്തം ഇതിന് ചിന്തിക്കാൻ സമയമില്ലെങ്കിൽ പോലും. വാക്യം 14 മുതൽ 16 വരെ. പിന്നെ ഞാൻ വെളുത്ത ഒരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. രക്ഷിക്കപ്പെടാത്തവരുടെ കൊയ്ത്ത് ഇവിടെ യേശു നടത്തുന്നത് നാം കാണുന്നു. ഭൂമിയിലെ വിളവ് ഉണങ്ങിയിരിക്കുന്നു എന്നാണ് ദൂതൻ നൽകുന്ന റിപ്പോർട്ട്. 15-ാം വാക്യം. കസൈനോ എന്ന ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം തന്നെയാണ് മർക്കോസ് 4:6 യേശു ഉപയോഗിച്ചിരിക്കുന്നത്. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ ചില വിത്തുകൾ പാറമേൽ വീണു, എന്നാൽ സൂര്യൻ ഉദിച്ചാറെ മണ്ണിന് ആഴമില്ലായകയാൽ അവ ഉണങ്ങിപ്പോയി എന്ന് അവിടെ വായിക്കുന്നു. അപ്പോൾ സുവിശേഷത്തോട് ഉപരിപ്ലവമായി പ്രതികരിച്ചവരുടെയും ആന്തരിക ജീവൻ ഉണങ്ങിപ്പോയവരുടെയും വിളവെടുപ്പാണ് അത്. ദൈവരാജ്യത്തിനായുള്ള കൊയ്ത്തിന് യേശുവിന്റെ കാലത്ത് തന്നെ ഭൂമി പാകമായിരുന്നു. യോഹന്നാൻ 4:35 കാണുക. ദൈവരാജ്യത്തിലേക്ക് കൊയ്ത് ചേർക്കുന്നത് കഴിഞ്ഞ 2000 വർഷമായി നടന്നുകൊണ്ടും ഇരിക്കുന്നു. എന്നാൽ
ദൈവവിളിയോട് പ്രതികരിക്കാത്തവരുടെ കൊയ്ത്താണ് വെളിപാട് 14:14 പറഞ്ഞിരിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല എന്നാണ് അവിടെ വായിത്തിരിക്കും. യിരെമ്യാവ് 8:20. ദൈവരാജ്യത്തിലേക്ക് ഇപ്പോൾ വരാത്തവർ പുറത്ത് വയലിൽ നിന്ന് ഉണങ്ങിപ്പോകും. കൊയ്ത്തിന്റെ സമയം എന്ന് ഇവിടെ പറഞ്ഞിരിക്കും. 7-ാം വാക്യത്തിൽ ന്യായവിധിയുടെ നാഴിക എന്ന് പറഞ്ഞിരിക്കുന്നതും തുല്യമാണ്. രക്ഷാദിവസം കഴിഞ്ഞു, ന്യായവിധിയുടെ നാഴിക തുടങ്ങുകയായി. കർത്താവ് ശിക്ഷാവിധിയുടെ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, കൊയ്ത്ത് നടന്നു. ഈ കാലത്തെക്കുറിച്ച് യോവേൽ 3-ാം അധ്യായം 12 മുതൽ 14 വാക്യം വരെ നാം വായിക്കുന്നത്, ജാതികൾ ഉണർന്നു, യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിനെ ഇരിക്കും. അരിവാൾ ഇഴുവിൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവിൻ, ചക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടുകൾ കവിഞ്ഞ് ഇരിക്കുന്നു, അവരുടെ ദുഷ്ടത വലുതല്ലോ, വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു, വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. വെളിപാട് 14 മുതൽ 16 വരെ. അപ്പോൾ ഇവിടെ വിളവെടുപ്പ്, അതായത് അവിശ്വാസികളുടെ ന്യായവിധി തുടങ്ങുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെയുള്ള അനൗൺസ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ വായിച്ച്. ഇപ്പോൾ ആദ്യത്തെ 3 അനൗൺസ്മെൻറ്റ്, പിന്നെ സ്വർഗത്തിൽ നിന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ ഇപ്പം കണ്ടത്. അപ്പം ആ അവസാനത്തോളം ആ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ്, ദൈവത്തിൻ്റെ ദീർഘക്ഷമ, എങ്ങനെങ്കിലും മനുഷ്യരെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ദൈവം എത്ര ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു നമുക്കറിയാം. 1 പത്രോസ് 3:9 വാക്യം, അത് ദൈവം താമസിക്കുന്നതല്ല, മറിച്ച് എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം 2 പത്രോസ് 3:9 വാക്യം നമ്മൾ പലപ്പോഴും പലർക്കും പരിചിതമായിട്ടുള്ള വാക്യമാണല്ലോ. ലോർഡ് ഇസ് നോട്ട് സ്ലോ അബൌട്ട് ഹിസ് പ്രോമിസ്. കർത്താവ് താമസിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ 2 പത്രോസ് 3:9 ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളുടെ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം കർത്താവിൻ്റെ ആ ദീർഘക്ഷമ, എല്ലാവരും രക്ഷിക്കപ്പെടണം കർത്താവിൻ്റെ ആഗ്രഹം. പക്ഷേ ശരിയാണ്, അത്യധികമായിട്ട് ചുരുക്കം പേരാണ് ജീവനിലേക്ക് വരുന്നത്. ബഹുഭൂരിപക്ഷവും നാശത്തിൻ്റെ പാതയിലാണെന്ന് കർത്താവ് തന്നെ മത്തായി 7:13-14 വാക്യങ്ങളിൽ പറയുന്നത് നമുക്കറിയാം. എന്നാൽ കർത്താവിൻ്റെ ആഗ്രഹം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ്, എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്നാണ്. ഇവൻ 1 തിമോത്തിയോസ് 2:4-5 വാക്യങ്ങളിലും എല്ലാവരും രക്ഷിക്കപ്പെട്ട് പരിജ്ഞാനപൂർത്തിയിലോട്ട്, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മളവിടെ 1 തിമോത്തിയോസ് 4:5 വാക്യങ്ങൾ, 1 തിമോത്തിയോസ് 2:4-5 വാക്യങ്ങളിലും ഞാൻ ആ വാക്യം എടുത്തെങ്കിൽ വായിക്കാം. 1 തിമോത്തിയോസ് 2:4-5 വാക്യം, അവൻ സകല മനുഷ്യരെയും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുത്തനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥന് ഒരുവൻ. അപ്പം 1 തിമോത്തിയോസ് 2:4 എല്ലാവരും രക്ഷ പ്രാപിക്കണം കർത്താവിൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് ഇതാ. എന്നാൽ ദൈവം ഓരോരുത്തർക്കും ഒരു ഫ്രീ വില്ല്, ഒരു സ്വതന്ത്ര ഇച്ഛാശക്തി കൊടുത്തിരിക്കുന്നത് കൊണ്ട് മനുഷ്യർ ഭൂരിപക്ഷവും അവർക്ക് ദൈവത്തെ വേണ്ട, അവർ നാശത്തിൻ്റെ പാതയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെയും ഈ ഒരു വാർണിങ്ങും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുകയും ബാബിലോണിൻ്റെ ആ ഒരു ആ മദ്യത്തെക്കുറിച്ച്, അവളുടെ ദുർനടപ്പിൻ്റെ മദ്യത്തെക്കുറിച്ചും പിന്നെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ മദ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള അനൗൺസ്മെൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിന് ശേഷം മരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നമ്മളിപ്പം കേട്ടു. നമ്മൾ കേട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പം വായിച്ചു. ഇനിയിപ്പോൾ അത് അന്ത്യകാലത്ത് ജീവിക്കുന്നവരായിരിക്കുമല്ലോ അത് കേൾക്കുന്നത്. പിന്നെ 14-ാമത്തെ വാക്യത്തിൽ ഇവിടെ, പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ, അത് യേശു കർത്താവ് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വചനത്തോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന. കർത്താവ് തന്നെയാണ് ആ ഒരു ന്യായവിധി നടപ്പാക്കുന്നത്. മനുഷ്യപുത്രൻ്റെ സദൃശനായ ന്യായവിധിയെല്ലാം പിതാവ് പുത്രങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മളെ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ വായിക്കുന്ന വാക്യമൊക്കെ നമുക്കറിയായിരിക്കും. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ, ദ ഫാദർ ഹാസ് എൻട്രസ്റ്റഡ് ഓൾ ജഡ്ജ്മെൻറ്റ് ടു ദ സൺ എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ. 5-ാം അധ്യായത്തിൽ
22-ാമത്തെ വാക്യത്തിൽ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ പുത്രൻ ന്യായം വിധിക്കാൻ പോകുന്നൊരു കാര്യം നമ്മളിവിടെ വെളിപാട് 14:14 വെളുത്തൊരു മേഘം, ആ മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ, തലയിൽ പൊൻകിരീടവും, കർത്താവിൻ്റെ തലയിൽ അനേകം കിരീടങ്ങളുള്ളതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് 19 അധ്യായത്തിൽ അവിടെ മിനി ഡയാഡംസ് 12-ാമത്തെ വാക്യത്തിൽ തലയിൽ അനേക രാജമുടികൾ എന്നുള്ളൊരു കാര്യം വായിക്കുന്നുണ്ട്. അപ്പം തലയിൽ അനേകം കിരീടമുണ്ട്. ഇവിടെ ഒരു പെൺകിരീടമായിട്ടുള്ള കർത്താവിനെ നമ്മളിവിടെ കാണുന്നു. കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിട്ട്, ഷാർപ്പ് സിക്കിൾ, കർത്താവ് തൻ്റെ വചനത്താൽ എല്ലാവരെയും ന്യായം വിധിക്കുന്നു. നിങ്ങൾ കർത്താവ് ആ ഒരു മൂർച്ചയുള്ള അരിവാളുമായിട്ടിരിക്കുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. മറ്റൊരു ദൂതൻ, ഒരുപാട് ദൂതന്മാർ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഉണ്ട്. അതുകൊണ്ട് അനദർ ഏഞ്ചൽ, മറ്റൊരു ദൂതൻ 15-ാമത്തെ വാക്യത്തിൽ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു, കെയിം ഔട്ട് ഓഫ് ദി ടെമ്പിൾ. അവിടെ യഥാർത്ഥത്തിൽ ദേവാലയം കുഞ്ഞാട് തന്നെയാണ് അവിടെ ദേവാലയം. ഇപ്പം ദേവാലയം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് അവിടെ എന്തോ ഒരു കെട്ടിടം ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് നമ്മൾ വെളിപാട് 21:22 വായിക്കുമ്പം മന്ദിരം അതിൽ കണ്ടില്ല. ഐ സോ നോ ടെമ്പിൾ ഇൻ ഇറ്റ്. പിന്നെ ആരാ മന്ദിരം? സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. ദൈവം തന്നെയാണ് അതിൻ്റെ മന്ദിരം. അപ്പം ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നതെല്ലാം ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈവൻ 17-ാമത്തെ വാക്യത്തിലും സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറപ്പെട്ട കാര്യം 17-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. അപ്പം മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. 15-ാമത്തെ വാക്യം മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, അതായത് യേശുവിനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക. കൊയ്ത്തിന് സമയം, ദ അവർ ഹാസ് കം, ദ അവർ ടു റീപ്പ് ഹാസ് കം. ഇവിടെ കൊയ്ത്തിന് സമയം ആവാൻ പോയി എന്നും പറഞ്ഞാണ് 7-ാമത്തെ വാക്യത്തിൽ ആവാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് വാർണിംഗ് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നത്. 7-ാമത്തെ വാക്യം, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവാൻ അവന് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ഇപ്പം വന്നു, പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാന സമയത്തും ഉള്ള ഒരു അവസാന നാഴികയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം ഇവിടെ ആയി, സമയമായി, ഇതുവരെ അനേക്ക് സംഭാവന ഹേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ ആയാ ഹേ, എല്ലാം ന്യായവിധിയുടെ സമയം, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാട് അയച്ചുകൊണ്ട് ഭൂമിയുടെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. മലയാളത്തിലെ പരിഭാഷ കുറച്ചുകൂടെ കറക്റ്റായി വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ NASB ഹാർവസ്റ്റ് ഓഫ് ദ എർത്ത് ഇസ് റൈപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അന്തിമജി പുസ്തകത്തിൽ ബ്രദർ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രീക്കിലെ ആ സെറൈനോ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും ഹാർവസ്റ്റ് ഓഫ് ദി എർത്ത് ഇസ് വിതേർഡ് എന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തേണ്ടത്. വെച്ചാൽ ഇതേ വാക്ക് തന്നെയാണ് മർക്കോസ് 4:6 മത്തായി 13:6 ഒക്കെ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ അവിടെ പാറപ്പുറത്ത് വീണ വിത്ത് ഉണങ്ങിപ്പോയി, മണ്ണിന് ആഴമില്ലായെങ്കിൽ അവ ഉണങ്ങിപ്പോയി എന്നുള്ള സെറൈനോ എന്നുള്ള XERO സീറോ എന്നുള്ള വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സെറൈനോ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉണങ്ങിപ്പോയി എന്നുള്ളൊരു അർത്ഥത്തിൽ. അപ്പോൾ ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് പ്രതികരിക്കാതെ അവരെ ദൈവത്തിൻ്റെ ജീവനില്ലാതെ ഉണങ്ങിയിരിക്കുന്ന ഭൂമിയിലെ വിളവ് ഉണങ്ങിയിരിക്കുന്ന അവിശ്വാസികളുടെ ഒരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ എന്നാൽ ദൈവരാജ്യത്തിൻ്റെ കൊയ്ത്ത് അത് ഓൾറെഡി എന്നേ തുടങ്ങി. കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ കൊയ്ത്ത് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഭൂമിയിൽ വിളവഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 4:35 നമുക്കറിയാം. ശമരിയക്കാരത്തിയോട് കർത്താവ് സംസാരിച്ചതിന് ശേഷം കർത്താവ് പറയുന്ന വാക്യം യോഹന്നാൻ 4:35 വാക്യത്തിൽ നമ്മളെന്താ വായിക്കുന്നത്? കൊയ്ത്തിൻ്റെ സമയമൊക്കെ ആയി. അവിടുത്തെ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൊയ്ത്ത്. അവർ മാനസാന്തരപ്പെടാൻ വേണ്ടി പാകത്തിനിരിക്കുകയാണ്. അവരോട് ചെന്ന് ഈ സുവിശേഷം ഒക്കെ പറയേണ്ട താമസം അവർ മാനസാന്തരപ്പെട്ട് അവരെ അങ്ങ് ദൈവരാജ്യത്തിലേക്ക് കൊയ്ത് കയറ്റേണ്ട കാര്യമേ ഉള്ളൂ എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മളവിടെ ഇവിടെ യോഹന്നാൻ 4:35 ഇനി 4 മാസമായിട്ട് 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നതെന്ന് നിങ്ങൾ പറയുന്നില്ലേ? ഒന്ന് അക്ഷരികമായിട്ട് കൊയ്ത്തിൻ്റെ കാലം വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർത്താവ് പറയുക, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ, നിങ്ങളെ ഉന്നത ദൃഷ്ടിയോടെ സ്വർഗീയ ദൃഷ്ടിയോടെ നോക്കിയാൽ, തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അത് അവിശ്വാസികളുടെ കൊയ്ത്തല്ല, അത് വിശ്വാസികളുടെ കൊയ്ത്ത്. കർത്താവിലേക്ക് ആൾക്കാരെ കൊയ്ത് കൂട്ടുന്ന, അവിടെ കൊയ്യുന്നവനും വിതയ്ക്കുന്നവനും ഒക്കെ ഒരുമിച്ച് സന്തോഷിക്കുന്ന കാര്യമൊക്കെയാണ് 36-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നത്. അത് വിശ്വാസികളുടെ കൊയ്ത്തിനെ കുറിച്ച് പറയുന്നത്. അത് എന്നേ പാകമായി, അതെല്ലാം ഇന്നും അത് പാകമായിട്ടിരിക്കുവാണ്. എന്നാൽ കർത്താവിൻ്റെ വേലക്കാരോ ചുരുക്കം കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് മത്തായി 9-ാം അധ്യായത്തിന് അവസാനം പറയുന്നതൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നും കർത്താവിൻ്റെ കൊയ്ത്ത്, വിശ്വാസികളുടെ ആ ഒരു വിശ്വാസത്തിലേക്ക് വരുവാനുള്ളവരുടെ കൊയ്ത്ത് ഇന്നും
അത് പാകത്തിന് ആയിരിക്കുക തന്നെയാണ്. എത്രയോ പേര് യഥാർത്ഥത്തിലൊരു കർത്താവിനെ കുറിച്ച് കേൾക്കാനായിട്ട് അവരെ വെമ്പിയിരിക്കുന്ന ഒരവസ്ഥയിലിരിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ അവിശ്വാസികളുടെ കൊയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹാർവസ്റ്റ് ഓഫ് ദ എർത്ത് ഈസ് വിതേർഡ്. റൈപ്പ് എന്നുള്ള ട്രാൻസ്ലേഷൻ അത് തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷന്. മലയാളത്തിൽ വിളഞ്ഞുണങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് മേഘത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എറിഞ്ഞ് കൊയ്തെടുക്കുന്ന ഒരു ആലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗമാണ് നമ്മളവിടെ കാണുന്നത്. ഇതേ കാര്യങ്ങൾ നമ്മൾ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ 8:20 വാക്യം നമ്മളിപ്പോൾ റെഫറൻസ് ആയിട്ട് ഇവിടെ വായിച്ചായിരുന്നു. യെരമ്യാവ് 8:20. നമ്മൾ ആ വാക്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എടുക്കുന്നത് അല്ലേ? വെളിപാട് 8:20 വാക്യത്തിൽ കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. ഇത് വിശ്വാസികളുടെ കൊയ്ത്തൊക്കെ വിശ്വാസികളായിട്ടുള്ളവരുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടും അതിൻ്റെ ഫലശേഖരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും രക്ഷിക്കപ്പെടാതിരിക്കുന്നവരുടെ കൊയ്ത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പം വായിച്ച വെളിപാട് 14 കൊയ്ത്ത്. അപ്പം അങ്ങനെയുള്ളവർ ദൈവം അന്ന് ന്യായവിധിക്കായിട്ട് കൊയ്തെടുക്കുന്ന ഒരു ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ് നമ്മളവിടെ കാണുന്നതെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തി എങ്ങനെയും ഈ സുവിശേഷം, എങ്ങനെയും ഈ സത്യം മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ നമ്മളായിരിക്കുന്നത്. പിന്നെ നമ്മൾ യോവേൽ പ്രവചനത്തിലെയും വാക്യം വായിച്ചു. യോവേൽ 3:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും കൂടെ നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അതും കൂടെ വായിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാമല്ലോ. യോവേലിൻ്റെ പുസ്തകം ഹെസ്കേൽ ദാനിയേലൊക്കെ കഴിഞ്ഞിട്ട് യോവേലിൻ്റെ ഹോശിയ കഴിഞ്ഞിട്ട് യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച്. എന്താ അവിടെ വായിക്കുന്നത്? ജാതികൾ ഉണർന്ന് യഹോവശാഫത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ചുറ്റുമുള്ള സകല ജാതികളും ന്യായം വിധിക്കേണ്ടതിനിരിക്കും. ഐ വിൽ സിറ്റ് ടു ജഡ്ജ്. ഞാൻ ന്യായം വിധിക്കേണ്ടതിനിരിക്കും. ഇവിടെ മേഘത്തിന്മേൽ ഇരുന്ന് ന്യായം വിധിക്കുന്ന കർത്താവിനെ നമ്മളിപ്പോൾ വെളിപാട് 14 കണ്ടേ. ഇതേ വാക്യങ്ങളാണ് കാണുന്നത്. പുട്ടിൻ ദ സിക്കിൾ, അരിവാളിടുവിൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവിൻ, ചക്ക് നിറഞ്ഞിരിക്കുന്നു. ചക്കെന്ന് പറഞ്ഞാൽ ഈ വീഞ്ഞുണ്ടാക്കുന്ന മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുന്ന ആ ഒരു ചക്ക്. വാറ്റ്സ് ഓവർഫ്ലോ, അതായത് രക്തം ഓവർഫ്ലോ ചെയ്യുന്നൊരു കാര്യം. ഫോർ ദി വിക്കഡ്നെസ് ഇസ് ഗ്രേറ്റ്. അവരുടെ ദുഷ്ടത വലുതല്ലോ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു, വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ അവിടെ യോവേൽ 3:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു ന്യായവിധിക്കായിട്ടുള്ള അരിവാള് കർത്താവ് അയക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കുകയും മറ്റുള്ളവരെയും നമുക്ക് ചുറ്റുമുള്ളവരെയും നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ. ഇപ്പോൾ ലോകത്തെ മൊത്തം കൂടെ നമുക്ക് സുവിശേഷവൽക്കരിക്കാൻ നമുക്ക് ഒരാൾക്ക് കഴിയത്തില്ല. അതിന് ആഗോള സഭയുണ്ട്. എന്നാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് ദൈവം എന്തെല്ലാം അവസരങ്ങൾ എവിടെയൊക്കെ തരുന്നു അത് അവിടെ എല്ലാം സെൻസിറ്റീവായിട്ട് കർത്താവെ, എന്നിലൂടെ ആർക്കെങ്കിലും കർത്താവിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അവസരം കർത്താവെ അത് പാടായി പോകാതെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കർത്താവെ ഏത് അവസരവും ഉപയോഗിക്കാനായിട്ട് അങ്ങയെക്കുറിച്ച് ലജ്ജിക്കാതെ മറ്റനേകരിലേക്ക് കർത്താവെ സുവിശേഷം എത്തിക്കുവാൻ ഇന്ന് തന്നെ വിശ്വാസികൾക്കുള്ള കൊയ്ത്ത് അത് വിളഞ്ഞിരിക്കുവാണ്. അനേകരെ ഈ ദൈവരാജ്യത്തിലേക്ക് അവരെ കൊയ്ത്ത് കയറ്റിയില്ലെങ്കിൽ ഒരു നാളിൽ അവരെ കർത്താവിൻ്റെ ന്യായത്തിന് മുമ്പാകെ അന്നൊരു കൊയ്ത്തിൽ ആ ഒരു ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അന്നൊരു കൊയ്ത്തിന് അവർ അധീനപ്പെടേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു ആത്മഭാരത്തോടെ നമുക്കും ദൈവമുമ്പാകെ ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാമല്ലോ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടത്തേക്കായിട്ട് ദൈവരാജ്യത്തിലേക്ക് കൊയ്ത് കയറുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനോട് സ്തുതിക്കുന്നു. അതെ കർത്താവെ, യഥാർത്ഥത്തിലൊരു മാനസാന്തരത്തോടെ വിശ്വാസത്തോടെ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് തരുന്ന അവസരങ്ങളിൽ കർത്താവെ ഞാനികരെ ഈ കൊയ്ത്തിലേക്ക് കർത്താവെ വിശ്വാസത്തിൻ്റെ കൊയ്ത്തിലേക്ക് കർത്താവെ കൊയ്ത്തുപുരയിലേക്ക് കൊയ്ത് കൂട്ടുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്കും അവസരങ്ങൾ അങ്ങ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തരുന്ന അവസരങ്ങൾ പാഴാക്കാതിരിപ്പാൻ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അതെ കർത്താവെ, ഞങ്ങളുടെ സൽപ്രവൃത്തികൾ അത് സാക്ഷ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുമ്പോൾ തന്നെ കർത്താവെ ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിലും മറ്റാരും അറിയാതെ കർത്താവെ ഞങ്ങൾ എന്ത് ചെയ്താലും അങ്ങേക്കെന്നവണ്ണം ചെയ്യുവാൻ, മറ്റുള്ളവരെ കാണിക്കേണ്ടതിനായിട്ട് മനുഷ്യമാനത്തിനായിട്ട് ചെയ്യാതെ ഞങ്ങൾ പ്രാർത്ഥനയായാലും കൊടുക്കലായാലും ഉപവാസമായാലും എല്ലാം കർത്താവെ അങ്ങേക്കെന്നവണ്ണം ചെയ്യുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ആ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ആ ഒരു വിശ്വാസവും സഹിഷ്ണുതയും വരുവാൻ തക്കവണ്ണം
പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറഞ്ഞിരിപ്പാൻ എപ്പോഴും അവിടുത്തെ മുമ്പാകെ താഴ്മയോടായിരിക്കാൻ ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.